ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين محمد ذكره روح لأنفسنا محمد شكره فرض على الأمم. സ്വാഗതനായ നമ്മുടെ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും നമ്മുടെയൊക്കെ അഭിമന്യനായ ഗുരുനാഥനുമായ ഷെയ്ഖുന ചേലക്കാട് ഉസ്താദ്, ഈ വേദിയുടെ സമാധാന അധ്യക്ഷൻ ഉസ്താദ് മുഹമ്മദ് സാരി, പ്രിയങ്കരനായ റഹ്മാനി, പ്രാർത്ഥനയ്ക്ക് നൽകിയ ബഹുമാനിയ ഉസ്താദ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള ഉസ്താദുമാരെ, നേതാക്കന്മാരെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, അള്ളാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവരെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ബിഹഖി നബിയ്യിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, വളരെ നല്ലൊരു അനുഗ്രഹീത സദസ്സിലാണ് നമ്മളൊക്കെ ഒത്തുകൂടിയിരിക്കുന്നത്. മഴയില്ലാതെ, വെള്ളമില്ലാതെ നമ്മളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ ഒരു മഴ പെയ്തത് ഒരു റാഹത്തന്നെ. അല്പസമയമൊക്കെ നമുക്ക് അത് ഏതൊരു കാര്യത്തിനും ഒരു നല്ലൊരു കാര്യം ഉണ്ടാകുമ്പോൾ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ഇവിടുത്തെ പ്രവർത്തകന്മാരൊക്കെ ആ മഴയെ എത്ര പെട്ടെന്നാണ് തരണം ചെയ്ത് പരിപാടി തുടങ്ങാനുള്ള സംവിധാനം ഒരുക്കിയ നല്ല കർമ്മധീരരായ, കർമ്മോത്സകരായ നല്ല യുവാക്കളുള്ള നല്ലൊരു നാട് അള്ളാഹു അവർക്കൊക്കെ അവരുടെ ജോലിയിലും കച്ചവടത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ മൈക്ക് സെറ്റിൻ്റെ ഓപ്പറേറ്റർമാരൊക്കെ നല്ല സഹകരണമുള്ള നല്ല ആളുകൾ. പ്രിയമുള്ളവരെ, ഞാൻ ആമുഖം ഒന്നും നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് എന്നേക്കാൾ നിങ്ങളൊക്കെ ബോധവാന്മാരായതുകൊണ്ടാണ് മഴ പെയ്തപ്പോഴും പോകാതെ എല്ലാവരും അവിടെ തന്നെ നിന്ന് കഷ്ടപ്പെട്ടു നിന്ന് അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നബിയ്യൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യ ചേലക്കോട് സാഹിബ് പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. സുന്നത്ത് ജമാഅ എന്നുള്ളത് ഒരു സംഘടനയല്ല, അതൊരു ആശയമാണ്. മറ്റിവിടെ പല സംഘടനകളുടെ കൂട്ടത്തിൽ ഒരു സംഘടനയായിട്ട് കാണേണ്ടതല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിലൂടെ പ്രചരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സംവിധാനമാണ് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്തേണ്ട സ്ഥലങ്ങളിലേക്ക് തിരുത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്നോണമാണ് ഇന്നിവിടെ ഒരു പ്രോഗ്രാം സുന്നി യുവജന സംഘം സംഘടിപ്പിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ പരസ്യമായി കുറ്റപ്പെടുത്താനോ അവഹേളിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്തിക്കൊടുക്കൽ പണ്ഡിതന്മാരുടെ ധർമ്മമാണ്, പണ്ഡിതന്മാരുടെ ബാധ്യതയുമാണ്. പുണ്യ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു നാട്ടിൽ പുത്തനാശയക്കാർ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പണ്ഡിതന്മാർ, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ട്, മലായിക്കത്തിന്റെ ശാപമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിക്കാൻ നമ്മുടെ സംഘാടകർ നിർബന്ധിതരായി തീർന്നത്. ഇതിങ്ങനെ തുടർന്നു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതിനൊരു മറുപടിക്ക് മറുപടി, നാളെ വേറെ മറുപടി, അതിനൊരു മറുപടി, ആ ഒരു ലൈൻ നമ്മൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് തീരുന്നില്ല എന്നാണ് അറിയാതെ തെറ്റിദ്ധരിച്ചു പോയവർക്ക് തോന്നുന്നതെങ്കിൽ അവരുടെ സ്നേഹത്തോടെ ആദ്യമായി സംഘാടകർക്ക് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ മൗലവിയെ കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് നമ്മളും വരാം, നമുക്ക് ഒരുമിച്ചാവാം. അതാണ് ഏറ്റവും നല്ലത്. വെറുതെ ഒരു ദിവസം ഞാൻ വരിക, എന്നിട്ട് സെൽഫി ഗോളടിച്ച് ഞാൻ പോവുക, പിറ്റേ ദിവസം വരിക, അത് സുഖമാണല്ലോ. ആളില്ല ബോസ്, ഗോളടിച്ച് പോകാനുള്ള എളുപ്പമുള്ള പരിപാടിയാണ്. അത് ശരിയല്ല, അത് ചെയ്യരുത്. എന്തിനാണ് ഇവിടെ അങ്ങാടിയിലേക്ക് നമ്മൾ പരസ്പരം മറ്റുള്ള മതസ്ഥർ പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് മറ്റുള്ളവർ ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നിങ്ങളിവിടെ ഒന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ മറുപടി വെക്കാൻ നിർബന്ധിതരായത്. അതുകൊണ്ട് ഇനി അതിനൊരു മറുപടി. പിന്നെ നിങ്ങൾ ഒരു ദിവസം വരിക, ഞാൻ വേറെ ദിവസം വരിക, അതിനേക്കാൾ നല്ലത് ഇനി കൂട്ടും ഒരു ദിവസം വരിക. നിങ്ങൾ ഡേറ്റ് കണ്ടോളൂ, സംഘാടകരുമായി ബന്ധപ്പെട്ടോളൂ. ഇൻഷാ അല്ലാഹ് അവിടെ വന്ന വ്യക്തി തന്നെയാണെങ്കിൽ വളരെ നന്നായി. നമ്മൾ അദ്ദേഹമായിട്ട് ഈ പേരാമ്പ്രയിൽ ഒരുമിച്ചിരുന്നതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് നന്നായുള്ള കാഴ്ചപ്പാടുമുണ്ട്. ഒരുമിച്ചിരുന്ന് നമുക്ക് ആ കാര്യം ചർച്ച ചെയ്ത് പൊതുജനം മനസ്സിലാക്കട്ടെ, പൊതുജനങ്ങൾ തെറ്റിദ്ധാരണ തിരുത്തട്ടെ. അതാണ് അഭികാമ്യം, അതാണ് നാടിന്റെ നന്മക്ക്, സമുദായത്തിന്റെ നന്മക്ക്, സമുദായത്തിന്റെ വളർച്ച ആഗ്രഹിക്കുന്നവരുടെ ഭാഗത്തുണ്ടാവേണ്ടതെന്ന് വളരെ സ്നേഹത്തോടുകൂടെ വിനയത്തോടുകൂടെ ആമുഖമാണെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നല്ലത് പറയാൻ, നല്ല രീതിയിൽ പറയാൻ, സമുദായത്തിന്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില അപശബ്ദങ്ങളൊക്കെ ഇവിടെ നടക്കുകയുണ്ട്. ഒരിക്കലും പാടില്ലാത്തതായിരുന്നത്. എങ്ങനെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? ഇവിടുത്തെ മുസ്ലിം സമുദായം വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിച്ചു പോകുമ്പോൾ എന്തിനാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നത്? അതാരാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ആരാണ് ഈ ചിത്രതയുണ്ടാക്കുന്നത്? എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? ഇപ്പോഴും അറിയാതെ പരസ്പരം അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വരെ മുശ്രിക്കെന്ന് പറഞ്ഞ ആളുകളെ സ്റ്റേജിൽ ഇരുത്തി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ശിർക്കൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാം എന്ന് പറയുന്ന ആളുകൾ സ്വന്തം പാളയത്തിലെ പട തീർക്കാതെ എന്തിനാണ് മറ്റുള്ളവർക്കെതിരെ ശിർക്ക് ആരോപിക്കുന്നത്? എന്തിനാണ് കുഫ്ർ ആരോപിക്കുന്നത്? ശരിയല്ലല്ലോ ഈ രീതി, ശരിയല്ലല്ലോ ഈ രീതി. ഒരിക്കലും ഒരു മതസംഘടനയ്ക്ക് യോജിച്ച രീതിയല്ല ഇവിടെ ചില ആളുകളുടെ പ്രസംഗത്വം സംഭവിച്ചു പോയത്. ഒരിക്കലും പാടില്ലായിരുന്നു. എന്തിനാണത്? സ്വന്തം പ്രസ്ഥാനത്തിൽ ഇപ്പോഴും ഏതാണ് തൗഹീദ്, ഏതാണ് ശിർക്ക് ഇപ്പോഴും വേർതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും തീരുമാനത്തിലായിട്ടില്ല. ഐക്യപ്പെട്ടവർ തന്നെ പരസ്പരം ശിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്പരം കുഫ്ർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്വന്തം പാളത്തിലെ ശിർക്കും കുഫ്റും വേർതിരിച്ചിട്ട് തൗഹീദും ബിദ്അത്തും സുന്നത്തും
പോരെ മറ്റുള്ളവർക്കതിൽ ശിർക്ക് ആരോപിക്കാൻ, മറ്റുള്ളവർക്ക് കുഫ്ർ ആരോപിക്കാൻ. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന അറിയാതെ പെട്ടുപോയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സ്നേഹത്തുണർത്തട്ടെ, നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾ അറിയാതെ പെട്ടുപോയവരാ. നിങ്ങൾ ആക്ഷേപിക്കാനോ നിങ്ങളെ പരിഹസിക്കാനോ അല്ല ഞങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നിങ്ങൾ അറിയാതെ പെട്ടുപോയവരാ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ സഹോദര, ഇന്നലെ വരെ നിങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ ആളുകളല്ലേ, ഇന്നലെ വരെ ശിർക്കിന്റെ ആളുകളാണ് നിങ്ങൾ പറഞ്ഞ ആളുകളുമായിട്ടല്ലേ നിങ്ങളിപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്നത്? അതിൽ തീരുമാനമായിട്ടില്ലല്ലോ. അതിൽ തീരുമാനമായി എന്നൊക്കെ പുറത്തു പറഞ്ഞാലും ആ ഐക്യത്തിന്റെ ശേഷം ഇറങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ എന്റെ കയ്യിലുണ്ട്. അതിൽ പോലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതിൽ പോലെ ഇപ്പോഴും പറയുന്നത് പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നല്ല, പരസ്പരം ശിർക്ക് ആരോപിക്കുന്ന രീതിയാണ്. അതൊക്കെ ഒന്ന് തീർത്തിട്ട് പോരെ. സ്വന്തം നേതാക്കന്മാരോട് ചോദിക്കുക, ഇന്നലെ ശിർക്കായ ഒരു കാര്യം ഇന്നെങ്ങനെയാണ് തൗഹീദായത്? ശിർക്ക് തൗഹീദ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്കനുസരിച്ച് മാറേണ്ടതല്ല, അതിനെന്നും മാറ്റമില്ല. അന്ന് ശിർക്കാണോ ഇന്നും ശിർക്കാണ്, എന്നും ശിർക്കാണ്. ശിർക്ക് എന്നും ശിർക്കാണ്. തൗഹീദായ ഒരു കാര്യം എന്നും തൗഹീദാണ്, ഒരു മാറ്റവുമില്ല. പക്ഷേ ഇവർക്ക് അന്ന് തൗഹീദായത് ഇന്ന് ശിർക്കാണ്, അന്ന് ശിർക്കായ പല കാര്യങ്ങളും ഇന്ന് തൗഹീദാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രസംഗത്തെ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ സ്നേഹത്തോടെ പറയാ, ഒരു നല്ല മനസ്സോടെ കേട്ടുകഴിഞ്ഞാൽ, നല്ലൊരു ചിന്തയോടെ കേട്ടുകഴിഞ്ഞാൽ നാളെ എന്ത് മറുപടി പറയണം, ആരെ കൊണ്ടുവരണം എന്നൊക്കെ നാളെ ഒഴിഞ്ഞിട്ട് ചിന്തിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ നല്ലൊരു മനസ്സോടെ പഠിച്ചവരെ, ഇവിടെ പറയപ്പെടുന്ന വിഷയങ്ങൾ എന്റെ പരലോകം നമുക്ക് ഉപകരിക്കുന്നതാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തുന്നതാണ്. എനിക്കിതിൽ വാശിയില്ല, എനിക്കിതിൽ വൈരാഗ്യമില്ല, എനിക്കിതിൽ വിദ്വേഷമില്ല, ആരോട് മത്സരമില്ല. ഒരു നല്ല മനസ്സോടുകൂടെ ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ മനസ്സിന് മാറ്റം വരും, തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലാഹുവേ, തിരിച്ചു പോയവർക്കൊക്കെ തിരിച്ചു വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കാരണം ഇത് നിസ്സാര വിഷയമല്ല. ശിർക്ക് തൗഹീദ് എന്നുള്ള നിസ്സാര വിഷയമല്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. തൗഹീദ് എന്ന് പറയുന്നത് മഹാനായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊരു തൗഹീദാണ് അവിടെ പഠിപ്പിക്കാൻ വന്നത്, അതേ തൗഹീദ് തന്നെയാണ് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആദം നബിയുടെ തൗഹീദ് അത് തന്നെയാണ് മൂസാ നബിയുടെ തൗഹീദ്, അത് തന്നെയാണ് ഈസാ നബിയുടെ തൗഹീദ്, അത് തന്നെയാണ് മുത്ത് നബിയുടെ തൗഹീദ്. തൗഹീദ് കാലങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. 2012 തൗഹീദ്, 2007 തൗഹീദ്, 2002 തൗഹീദ് ഇല്ല സഹോദര. അങ്ങനെ ഒരു തൗഹീദില്ല. തൗഹീദ് ആദം നബി പഠിപ്പിച്ചു, മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു, ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവരൊക്കെ പഠിപ്പിച്ച തൗഹീദ് അത് തന്നെയാണ് കാലങ്ങൾക്കനുസരിച്ച് മാറാതെ ഇന്നും നിൽക്കുന്ന തൗഹീദ്. തൗഹീദിന് യാതൊരു മാറ്റവുമില്ല, എന്നും ഒരേ ഒരു തൗഹീദാണ്. ഇനി തൗഹീദിന്റെ നേർ വിപരീത പദമാണ് ഇശ്റാഖ് എന്ന് പറയുന്നത്, പങ്കു ചേർക്കൽ, ശിർക്ക് എന്ന് പറയുന്നത്. വലിയ ഗൗരവമാണ് ഇത്. ഇസ്ലാമിൽ ഏറ്റവും വലിയ തെറ്റേതാണ് ചോദിച്ചാൽ ശിർക്കാണ്, ഒരു സംശയമില്ല. ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും വലിയ ശിർക്ക്, ഇന്ന ശിർക ലക്ഷ്യമായിട്ട് ശിർക്ക് ലദുൽമുൻ അളീം, ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ ദുൽമാണ്, അതിന്റെ അപ്പുറം മറ്റൊന്നില്ല. ഇസ്ലാമിൽ ഏറ്റവും വലിയ തെറ്റേതാണ് ചോദിച്ചാൽ, ഏറ്റവും വലിയ തെറ്റേതാണ് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും വലിയ തെറ്റാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞില്ലേ, ഇന്ന മിൻ അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപത്തിൽപ്പെട്ടതാണ്, ഏറ്റവും വലിയ ദോഷത്തിൽപ്പെട്ടതാണ് അശ്ശിർക്കു, ശിർക്ക്. ശിർക്കാണ് ഏറ്റവും വലിയ പാപം, അതിന്റെ അപ്പുറം വേറൊന്നുമില്ല. ഒരാൾ മദ്യപിച്ചാൽ, ഒരാൾ വ്യഭിചരിച്ചാൽ, ഒരാൾ കളവ് നടത്തിയാൽ അതൊക്കെ ശിർക്കിന്റെ എത്രയോ താഴെയാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ റബ്ബിനോടൊന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ റബ്ബ് പുറത്തു കൊടുത്തേക്കാം, തൗബ ചെയ്യാതെ ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം. പക്ഷേ ശിർക്ക് അങ്ങനെയല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു, നിശ്ചയമായിട്ടും അല്ലാഹു തആല പൊറുക്കാത്ത ഒന്നാണ് ശിർക്ക്.
അല്ലാഹു പൊറുക്കൂല. അടുത്ത ഏറ്റവും വലിയ കടുത്ത തെറ്റാണ് ശിർക്ക്, ബഹുദൈവ വിശ്വാസം. ഏറ്റവും വലിയ പാപമാണ്. എന്നാ എന്താണ് ഷിർക്ക്? എന്താണ് ഷിർക്ക്? ഇത് അറിയാത്ത കൊണ്ടാ ചില ആൾക്കാർ തൊട്ടതും പിടിച്ചൊക്കെ ഷിർക്കാണ്. ഷിർക്ക് നിസ്സാരമായി കണ്ടതല്ല. ഷിർക്ക് വലിയ, ഞാൻ പറഞ്ഞു, അതിനപ്പുറമൊന്നുമില്ല. ഒരാൾക്ക് ഷിർക്ക് സംഭവിച്ചാൽ അവൻ മുശ്രിക്കായി. മുശ്രിക്കാന്ന് പറഞ്ഞാൽ എന്താ? മുശ്രിക്കാരണം മൊരിക്ക് പോലെ സാധനം അവനല്ല. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസിയായി പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവനായി അവൻ കാഫറായി, ഇസ്ലാം എന്ന് പുറത്തായി. ഷിർക്ക് സംഭവിച്ചാൽ ഇസ്ലാം എന്ന് പുറത്ത് അവർ സംശയമില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഖേദകരെന്ന് പറയട്ടെ, ഈ ഷിർക്ക് ആരോപിച്ച് നടക്കുന്നവർ, ഞാൻ സ്നേഹത്തോടെ പറയാം, ഷിർക്കിന്റെ ഗൗരവം കുറക്കുകയാണ്. ഇസ്ലാമിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറാകാത്തൊരു വിഷയമാണ് ഷിർക്ക് എന്നത്. പക്ഷേ ഈ ഷിർക്ക് ആരോപിച്ച് നടക്കുന്ന ആളുകൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഷിർക്കിന്റെ ഗൗരവം കുറക്കുകയാണ്. കാരണം തൊട്ടത് പിടിച്ചൊക്കെ ഷിർക്കാന്ന് പറയും. എന്നിട്ടോ ഷിർക്ക് ആരോപിക്കുന്ന ആളുകളോടോ കണ്ട അസ്സലാമു അലൈക്കും. ഇപ്പൊ ഞാന് മുഹമ്മദ് സാഹിബ് ഒരു കാര്യം ഷിർക്ക് ചെയ്താൽ മുഹമ്മദ് സാഹിബ് മുശ്രിക്കായി. മുശ്രിക്കായ ഇസ്ലാം പുറത്തായി. ഈ പുറത്തായ ഒരാൾ അസ്സലാമു അലൈക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. മുശ്രിക്കും സലാം പറയാൻ പാടില്ലല്ലോ. എന്നാലോ സയ്യിദ് ഇസ്ലാമിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും. അല്ല, നിങ്ങൾ നമ്മൾ മുശ്രിക്കല്ലേ, അതൊക്കെ നല്ല അസ്സലാമു അലൈക്കും. എത്ര ഗൗരവമാണ് ഇത്. മുശ്രിക്കായ ഒരാളുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഖുർആൻ പറഞ്ഞില്ലേ, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. മുശ്രിക്കായി മരിച്ചവന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചുകൂടാ. ഇവരോ നമ്മളെ കുറിച്ച് ഒരു മുശ്രിക്കാണ്. നമ്മളെ കൂടെ ആരും മരിക്കുമ്പോഴേക്ക് ഓടി വരും മയ്യിത്ത് കുളിപ്പിക്കാനും കട്ടിലെടുക്കാനും കൊണ്ടുപോകാനും. എന്ത് പറ്റുമോ? ഖുർആൻ പറയുന്നു, ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. മുശ്രിക്കായ കാഫിറായ ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചുകൂടാ. ഷിർക്കിന്റെ ഗൗരവം കുറക്കുകയല്ലേ? അറിയാതെ പെട്ടുപോയ ചെറുപ്പക്കാരാ, ആക്ഷേപിക്കാനല്ല ഞാനിത് പറയുന്നത്, കുറ്റപ്പെടുത്താനല്ല, എന്റെ ഗൗരവം മനസ്സിലാക്കാനാ. ഇനിയോ മുശ്രിക്കായ ഒരാൾ മരണപ്പെട്ടാൽ കബറിങ്ങ പോകാൻ പറ്റുമോ? ഖുർആന്റെ കാഴ്ചപ്പാടെന്താ? മുശ്രിക്കായ ഒരാളുടെ കബറിങ്ങ പോകാൻ പാടില്ല. കാഫിറായ ഒരാൾ കബറിൽ പോയി തസ്ബീഹാവട്ടെ ദുആയാവട്ടെ ഒന്നും ചെയ്തുകൂടാ. ഇവരോ നമ്മൾ മുശ്രിക്കാന്ന് പറയും ചെയ്യും. നമ്മളെ കബറിലേക്ക് വന്നിട്ട് അവിടെ വന്നിട്ട് തസ്ബീഹ് തന്നെ തലക്കിണ്ടാവില്ല, തസ്ബീഹ് ചെല്ലും. തസ്ബീഹ് ഇസ്ലാമിലുണ്ടോ വേറെ ചർച്ച, പിന്നെ പറയാം. തസ്ബീഹ് നീ ചെല്ലുന്ന പോലെ ചെല്ലാണ് ഇവരെ കാഴ്ചപ്പാട് പ്രകാരം തസ്ബീഹ് തെറ്റാണ്. നമുക്ക് തെളിവ് വരണം കേട്ടോ, അവരുടെ കാഴ്ചപ്പാട് പ്രകാരം തസ്ബീഹ് എല്ലാം ചെറുപ്പക്കാരാ. എങ്ങനെയാണ് പറഞ്ഞല്ലേ പാടില്ല. പറഞ്ഞത് മുശ്രിക്കായ ഒരാൾക്ക് കാഴ്ചപ്പാട് പറഞ്ഞ കാഫിറായ മുശ്രിക്കായ ആൾക്ക് വേണ്ടി എന്തിനാ? ഇനിയോ ഇവരെവിടുന്ന കല്യാണം കഴിക്കാറുള്ളതൊക്കെ ഒട്ടുമിക്ക മുജാഹിദ് സുഹൃത്തുക്കളും കല്യാണം കഴിക്കാറുള്ള സുന്നി തറവാട്ടുന്ന. സുന്നികളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? മുശ്രിക്കിനെ ഖുർആൻ പറഞ്ഞ എന്താ? കുട്ടികളെ വിവാഹം ചെയ്തുകൂടാ. ആ വിവാഹം സഹിയല്ല, സാധുവല്ല. സഹോദര, ഈ ഞങ്ങളെ കുറിച്ച് കാഫറ എന്ന് പറയുമ്പോൾ നിന്റെ ഭാര്യ സുന്നിയല്ലേ, ആ മുശ്രിക്കത്തായ കുട്ടിയുമായി കൊണ്ട് നിന്റെ ബന്ധം അത് അസാധുവാണ്, സഹിയല്ല. ഈ വാദത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. മുശ്രിക്കാണെന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞല്ലോ. ഇവരെ സൽസബീൽ നോക്കൂ നിങ്ങൾ. ആ സൽസബീൽ പറയുന്നു, കേരളത്തിലെ സമസ്തക്കാർ 50 വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ്. 50 വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെ പോലെ, അബൂജഹലിനെ പോലെയാണ്, ഉത്ബത്തിനെ പോലെയാണ്, ഷൈബത്തിനെ പോലെയാണ് കേരളത്തിലെ സമസ്തക്കാർ. എന്നിട്ടടി ചില വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുപ്പമുള്ളവരാണ് കേരളത്തിലെ സമസ്തക്കാർ. അബൂജഹലിനെ അംഗീകരിച്ചാലും അബൂബക്കർ മുസ്ലിം അംഗീകരിക്കൂല. ഉത്ബത്തിനെ അംഗീകരിച്ചാലും കണ്ണിയത്തിന് അംഗീകരിക്കാൻ പറ്റൂല. ഷൈബത്തിനെ സംബന്ധിച്ചാലും ശിഹാബ് തങ്ങളെ പറ്റൂല. കാരണം എന്തേ? ഇവരൊക്കെ മക്ക മുശ്രിക്കുകളെക്കാൾ കടുപ്പാണ്. എത്ര കടുപ്പുണ്ടാവും? ഇതെന്താ സാധനം? ഇത് സൽസബീല 1975 സൽസബീല. ഇതിന്റെ ഒറിജിനൽ കോപ്പി ഞാനൊരു ചട്ടട്ട് കൊടുക്കുന്നുള്ളൂ, ഇതിനോടുള്ള ബഹുമാനം കൊണ്ട്. കാരണം എന്നേക്കാൾ 5 വയസ്സ് കൂടെ നിന്നു.
1975 ഞാൻ MP ജനിക്കുന്നത്, 1975 അവിടെ ബഹുമാനത്ത് കൊണ്ടുനടക്കല, കാരണം ഇത് പൊട്ടണ്ട ധരിച്ചിട്ട്. ഈ സൽസബിയിൽ നോക്കും നിങ്ങൾ, ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായി കാണരുത്. അതെന്താ, അതൊരു സംഘടന, ഇതൊരു സംഘടന, അങ്ങനെയല്ല. ഇവർ പറയുന്ന വിഷയം ഗൗരവമാണ്. ഇത് നോക്കൂ നിങ്ങൾ, ലോകത്തുള്ള മുശ്രിക്കുകളെ പരിചയപ്പെടുത്തുക. അതിൽ ആരാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്? ഒന്ന്, പ്രസിഡന്റ് സമസ്ത ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ. എന്ത് പ്രസിഡന്റ്? ആരാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, സമസ്ത ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തുള്ള മുശ്രിക്കീങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആരറിയോ? ഞാൻ വായിക്കാം. ഹാജി അംർ ബിൻ ഹിഷാം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അബൂ ജഹലാജി, അബൂ ജഹലിന്റെ പേരിന് പോലും എഴുതി കൊടുത്തിരിക്കുന്നു, ഹാജി അംർ ബിൻ ഹിഷാം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഇനി ആരൊക്കെ ഇത് അംഗങ്ങൾ കേട്ടോളൂ. അതാണ് ഞാൻ ഇവരെ ഗൗരവം മനസ്സിലാക്കണമെന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ആരോപിക്കുന്നതിനൊരു പരിധി വേണം, കുറ്റപ്പെടുത്തുന്നതിനൊരു പരിധി വേണം. മതസംഘടനകൾ തമ്മിൽ ഇவ்விதം ആയിപ്പോകരുത്. ഇതിൽ അംഗങ്ങൾ ആരൊക്കെ വരും? ശ്രദ്ധിച്ചോളൂ, ആരൊക്കെയാ? ഒന്ന്, പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതാരാ? ഇത് എഴുതുന്ന കാലത്ത് ആരറിയോ? കണ്ണിയത്ത് ഉസ്താദ്. അബൂ ജഹൽ പ്രസിഡന്റ് ആയിട്ടുള്ള ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീന്റെ ആ കമ്മിറ്റിയിൽ ഒരു അംഗാരാണ് കണ്ണിയത്ത് ഉസ്താദ്. വേദനയില്ലേ നമുക്ക്? എന്താണ് ഈ പറയുന്നത്? ഇവിടെ ഒരു മദ്യപിക്കുന്ന ഒരു ടീം ഉണ്ടെന്ന് വെക്കാം. ഇവിടെ നമ്മുടെ നാട്ടിലൊരു ടീം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിലേക്ക് നമ്മളെ പള്ളിയിൽ ഉസ്താദിനെ ഉൾപ്പെടുത്തി നമ്മളെ വേദനത്തിലായിരിക്കും. പള്ളിക്ക് ഉസ്താദും കള്ളുടിയന്മാരെ കൂടുതലാണ് പറഞ്ഞത്. പള്ളിയിൽ ഉസ്താദ് വേണ്ട, നമ്മുടെ ബാപ്പാരെ കുറിച്ച് പറഞ്ഞ ബാപ്പ കള്ളുടിയനാണ്. എത്ര വേദന ഉണ്ടാകും? ഇത് കള്ളുകുടിയേക്കാൾ ഇസ്ലാമിൽ ഏറ്റവും ഗൗരവമുള്ള തെറ്റേതാ? ഏതാ? നിങ്ങൾ പറ, തണുത്തിരിക്കേണ്ടത്രേ പറഞ്ഞു. ഏതാ? ഷിർക്ക്. ആ ഷിർക്കിന്റെ പട്ടിയിൽ അബൂ ജഹലിന്റെ കൂട്ടത്തിൽ എണ്ണിയത് ആരെയാണ്? കണ്ണിയത്ത് ഉസ്താദ്. നേരത്തെ ചേരക്കാട് ഉസ്താദ് പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ മഴ വാങ്ങി കിട്ടിയത് സാക്ഷിയാണ് ചേരക്കാട് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തിട്ട് മഴ കിട്ടിയത്. ആ കണ്ണിയത്ത് ഉസ്താദ് അബൂ ജഹലിന്റെ മുശ്രിക്കി സംഘടനയിലെ ഒരു മെമ്പർ. വേദനയില്ലേ നമുക്ക്? വേദനയില്ലേ നമുക്ക്? എൻ്റെ സഹോദരന്മാർ, വളരെ മാന്യമായി ശ്രദ്ധിക്കണം. നമ്മുടെ തന്നെ ആക്ഷേപിക്കലോ കുറ്റപ്പെടുത്തലൊന്നും നമ്മുടെ ലക്ഷ്യമില്ല. ഇത് തീർന്നു കിട്ടിയാൽ അൽഹംദുലില്ലാ. തീരാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പോകാം. ഇന്ത്യ രാജ്യമാണ്, നമുക്ക് ഓർമ്മ ചെയ്യാൻ കഴിയില്ല, അവർക്ക് അവരുടെ പാട്ടിന് പോകാം, നല്ല നീയത്താണെങ്കിൽ. രണ്ടാരാ? പ്രസിഡന്റ് സമസ്ത കേരള സുന്നി യുവജന സംഘം. ആരാ? പാണക്കാട് PMS ആരാ? അബൂ ജഹലിന്റെ കമ്മിറ്റിയിൽ ഒറ്റരംഗം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ, അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പ ആര്? PMS പൂക്കോയ തങ്ങള്. പിന്നാരാ? പ്രിൻസിപ്പൽ ജാമിയ നൂരിയ അറബിക് കോളേജ്, ജാമിയ നൂരിയുടെ പ്രിൻസിപ്പൽ. അതാരാ? അന്നത്തെ പ്രിൻസിപ്പൾ ആരാ? അലികും സാറല്ല, ഷെയ്ഖുന ശംസുല്ലമായി AK ഉസ്താദ്. നിങ്ങൾ ചിന്തിക്കുക, എന്നെ വേദന എന്താണ് ഈ പറയുന്നത്? ഇവരൊക്കെ സമസ്ത ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ അംഗങ്ങളാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവർ പറയുന്ന പ്രസംഗം കേൾക്കുമ്പോൾ അതിപ്പോൾ എന്താ ഒരു സംഘടന, ഇതൊരു സംഘടന അല്ല. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ആരോപിക്കുന്നൊരു പരിധി കണ്ടത്. എന്താരോപിക്കുന്നു? മുശ്രിക്കാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസിയാണ്. ഇനി ഒരു മൗലവി പ്രസംഗിക്കുന്നു കേട്ടോളൂ, അദ്ദേഹം പറഞ്ഞതറിയോ? ലോകത്തങ്ങൾ എന്തുവാണെങ്കിലും ആയിക്കോളെ, പക്ഷെ സുന്നി ആവരുത്. സുന്നി ആവരുത്. കാരണം സുന്നിയായാൽ അദ്ദേഹം പറയുന്നു മുശ്രിക്കുമാകും, കാഫറുമാകും. വേണമെങ്കിൽ നിരീശ്വരവാദി ആയിക്കോട്ടെ, അദ്ദേഹം പറയും. നിരീശ്വരവാദി പറഞ്ഞാ? നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഈശ്വരനില്ല, അള്ളയില്ല, ദൈവത്തിന്റെ അസ്തിത്വത്തെ പോലെ വിശ്വസിക്കുന്നവരാണ് നിരീശ്വരവാദികൾ. അള്ളയില്ലെന്ന് പറയുന്നവർ അതായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഏതാവരുത്? സുന്നിയാവരുത്. അതിന് കാരണം പറഞ്ഞറിയോ? നിരീശ്വരവാദിയായാൽ കാഫറേ ആവുള്ളൂ, സുന്നിയായാൽ കാഫറുമാകും, മുശ്രിക്കുമാകും. കേൾക്കുന്നു? ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യരോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യത ഉണ്ട്.
കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ മുന്നോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. എന്താ പറഞ്ഞത്? നിരീശ്വരവാദിയായാൽ ഏതിന്റെ ശിക്ഷയുള്ളൂ? ഏത് ശിക്ഷയുള്ളൂ? കാഫറിന്റെ ശിക്ഷ. സുന്നിയായാൽ കാഫറുമായി മുശ്രിക്കുമായി ഇവിടുന്ന് പറയുന്നത് ഡബിൾ ശിക്ഷയായി നല്ലത്. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഈ ഇരിക്കുന്ന സായദ് ഉസ്താദ് ആരാ? കാഫറുമാണ്, മുശ്രിക്ക്. ഈ ഇരിക്കുന്ന ഉസ്താദ്, ഇനി നമ്മളൊക്കെ പാരാ, കാഫറുമാണ്, മുശ്രിക്ക്. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇവരുടെ കാഴ്ചപ്പാട് പ്രകാരം കാഫറാണ്, മുശ്രിക്ക്. EMS നമ്പൂതിരിപ്പാട് കാഫറാണ്, ആരല്ല? മുശ്രിക്കല്ല. അപ്പൊ കുറച്ചുകൂടി നല്ലത് EMS ആകലാണ്. ആരാവരുത്? ശിഹാബ് തങ്ങൾ ആവരുത്. ഗൗരവം ചിന്തിക്കുന്നത്. വെറുതെ ഒരു ആക്ഷേപമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വെറുതെ കുറ്റപ്പെടുത്തലല്ല, സത്യസന്ധമായ കാര്യം വിലയിരുത്തലാണ്. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്നത് ശരിയാണെന്ന്? ഇവരെ ആരോപിക്കുന്ന ആരോപണം ശരിയാണെന്നുള്ള വാദമുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളെ സ്നേഹത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ? ഉറച്ചു നിൽക്കെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളെ കണ്ട സലാം പറയാം. ഞാൻ ചോദിക്കട്ടെ, മുത്തുനബി എപ്പോഴെങ്കിലും അബൂ ജഹലിനോട് അസ്സലാമു അലൈക്കും ഉണ്ടോ? ഉത്തുബത്തിനോട് അസ്സലാമു അലൈക്കും ഉണ്ടോ? അവരാരെങ്കിലും മരണപ്പെട്ടപ്പോൾ അവരെ കബറിൽ പോയോ, മയ്യിത്തിരിച്ചോ? അവരെക്കാൾ കടുപ്പമാണ് സമസ്തക്കാരെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പിന്നെ സമസ്തക്കാരൻ പുനസ്കരിക്കുക? മയ്യിത്തിസ്കരിക്കുക മാത്രമല്ല, നമ്മുടെ പള്ളിക്ക് വന്നിട്ട് അവരെ എഴുതി വെച്ച് വേറെ ഒന്നുണ്ട്, സൽസബീർ ഒന്നുകൂടി ഉണ്ടായില്ലെന്ന് അറിയോ? ഈ ഇസ്തിഗാസയ്ക്ക് പറ്റുമെന്ന് പറഞ്ഞ് ആയത്തോതുന്നവൻ 1000 വട്ടം കാഫറാണ്. ഇപ്പൊ ഞാനൊക്കെ എത്ര വട്ടം കാഫറാ? കാരണം ആയത്തെ പോലും തെളിവുദ്ധരിക്കുന്നവൻ എത്ര വട്ടം കാഫറാണ്? 1000 വട്ടം. ആ പള്ളി ഞാൻ ഇമാം വെക്കുമ്പോൾ എത്ര കാഫറായിട്ട് വെക്കണത്? 1000 കാഫർ. അതിന് പിന്നാലെ ഒരു അല്ലാഹു അക്ബർ, ഈ കെട്ടും കെട്ടും കണ്ടില്ലേ? അവർക്ക് തന്നെ അറിയാം നിസ്കാരം അപകടമാണ്. ഈ കെട്ടുകളുണ്ടല്ലോ, എവിടെ ഉണ്ടാവല്? ട്രാൻസ്ഫോറിന് മുന്നിൽ കാണാം, ഗ്യാസ് കൊണ്ടൊരു വെഹിക്കലും കാണാൻ കെട്ട അപകടം പിടിച്ച കെട്ടാണ്. കാരണം അവർക്കെതിരെ അപകടമാണ്. ഇത് പോക്ക് ശരിയല്ല, ശരിയായ പോക്കല്ലല്ലോ. അല്ലെങ്കിൽ ആലോചിക്കും നിങ്ങൾ. ഇപ്പൊ ഞാൻ ഇവരെ കാഴ്ചപ്പാട് പ്രകാരം സൽസബീൽ എഴുതിയ പ്രകാരം 1000 വട്ടം കാഫറാണ്, എങ്ങനെ എന്നെ തുടർന്നിരിക്കും? നമ്മുടെ നാട്ടില് ഒരു മുസ്ലിം സഹോദരൻ പള്ളിക്കുന്ന ഇമാമം നിൽക്കുക, നമുക്ക് തുടരാൻ പറ്റുമോ? പറ്റൂലല്ലോ. അവരവരുടെ മതത്തിന്റെ ഭാഗം, നമ്മുടെ മതത്തിന്റെ ഭാഗം. അങ്ങനെയാണല്ലോ. അതവരെ കുറ്റപ്പെടുത്തൽ ആക്ഷേപിക്കണമെന്നല്ല, അത് അവരുടെ മതത്തിന്റെ ഭാഗം, നമ്മുടെ മതത്തിന്റെ ഭാഗം. അവരുടെ മതത്തിന്റെ ഇപ്പൊ ശബരിമലയിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റും, കാരണം അത് അവരുടെ മതം അനുശാസിക്കുന്ന അങ്ങനെയാണ്. എന്നായിരിക്കും നമ്മുടെ മതത്തിൽ ഒരു കാഫർ ഇമാമിക്കാൻ പറ്റുമോ? പറ്റൂല. ഞാൻ അവരുടെ കയറി നോക്കുക, തുടരാൻ പറ്റുമോ? പറ്റൂല. ഇവർ പറയുന്നു അവരെക്കാൾ കടുപ്പക്കാരാ നമ്മള്, എന്നിട്ടോ അല്ലാഹു അക്ബർ. അപകടം തന്നെയല്ലേ ഇത്? അപകടമില്ല. ലോകത്തിന് ഏറ്റവും വലിയ അപകടം ഏതാ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാന്യമായിട്ട് ഞാൻ പറയാം സഹോദര, ഒന്ന് ചിന്തിക്കുക. പറയുന്ന കാര്യത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലേ? ഞാൻ ചോദിക്കുകയാണ്, ഇവരുടെ സ്നേഹത്തോടെ ഞങ്ങൾ കാഫറാണോ? ആണെന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വിരുദ്ധമല്ലേ? തുടരാൻ പാടില്ലോ, മൈക്കാലത്ത് പങ്കെടുക്കാൻ പാടില്ലോ, ജനാസയെ അനുഗമിക്കാൻ പാടില്ലോ, കബറങ്ങെത്തുവാൻ പാടില്ലോ, അനാഥെടുക്കാൻ പാടില്ലോ, വാഹനിക്കാൻ പാടില്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്യാനല്ലേ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാ? കാഫറല്ലാത്തോണ്ടല്ലേ. കാഫറല്ല എങ്കിൽ പിന്നെ കാഫറല്ലാത്ത ആളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ ആ കുഫിയത്ത് തന്നിലേക്ക് അടങ്ങി വരുന്നതാണ്. ഞാൻ മുഹമ്മദ് സാഹിബിനെ കുറിച്ച് കാഫറാണ്, ഉസ്താദ് കാഫറായിരിക്കണം, കാഫറല്ലാതെ ആ കുഫിയത്തിലേക്ക് തന്നെ മടങ്ങി വരും. ഞാൻ സ്വയമായി പോകും. അറിയാതെ ആരോപിക്കുന്ന ചെറുപ്പക്കാരാ, സ്വന്തം കുഫിയത്ത് വാങ്ങിയിരിക്കുക, സ്വന്തം ശരീരത്തിലേക്ക് ഗൗരവമല്ലേ ഇത്? ഗൗരവമല്ലേ? എന്തിനാണ് ഇതൊക്കെ? മൈക്ക് കിട്ടിയാൽ എന്തും പറയാന്ന ഇവിടെ വന്ന് എന്തൊക്കെ അധികം പ്രസംഗിച്ചു പോയത്? പാടില്ലായിരുന്നു അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം പാളയത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പോരേതൊക്കെ. നമ്മൾ കാഫിര്യങ്ങളാണ്, അതിന് ഉസ്താദന്മാരുടെ ഓഷാനം പാടി നടക്കുകയാണ്. ഉസ്താദന്മാരെ എൻ്റെ വില കൊടുത്തിട്ട് മോലെ പ്രസംഗിച്ചെന്നറിയോ? അതുകൊണ്ട് അള്ളാഹിനോട് എപ്പോൾ തേർക്കുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
എന്ന് ഷെയ്ത്താനെ തൊട്ട് കാവറിനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനടി അള്ളാഹുനോട് വേർക്കണ്ടെന്ന് അറിയോ? അവൻ ഉലമാ സുന്നീൻ. ഖുർആൻ പറഞ്ഞെന്താ? എങ്ങനെ വേർക്കാനാ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇവർ പറഞ്ഞു അങ്ങനെ വേർന്നപ്പോൾ എങ്ങനെ കൂടി വേർക്കണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അവൻ ഉലമാ സുന്നീൻ. അങ്ങനെ വേർക്കുമ്പോൾ അർത്ഥം പൂർണ്ണമുള്ളത് കേട്ടോളൂ. പറയട്ടെ, ഞാനിന്നോട് പറയട്ടെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയീൻ എന്നൊന്നൊരുക്കി പ്രാർത്ഥിക്കേണ്ട ഗുണങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ശപിക്കപ്പെട്ട മുസ്ലിയാക്കന്മാരിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ എന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയീൻ. ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. മൂപ്പരിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാ. അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉലമായ സുന്നീന്ന് അർത്ഥം വെച്ചെന്ന ശപിക്കപ്പെട്ട ഉലമാക്കളിൽ നിന്ന്. അവ സുന്നത്തെ മാത്രം ആത്മീയങ്ങളക്കാരാണ് ശപിക്കപ്പെട്ടു. എന്തിവരിങ്ങനെ ആയിപ്പോയി? എന്ത് പറ്റിപ്പോയി ഇവർക്ക്? ഒരു നവോത്ഥാനത്തിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തവർ. നവോത്ഥാനത്തിന്റെ കഥ ഞാൻ പറയാനിരിക്കുന്നുണ്ട്. ഇവിടെ പ്രസംഗിച്ചു പോയ സുഹൃത്ത് അദ്ദേഹം പറയാണ്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സുന്നികൾ എന്താ അവിടെ ചെയ്തത്? എന്നിട്ടോ സ്വാതന്ത്ര്യത്തിന് ചെയ്തവരൊക്കെ മുജാഹിദീങ്ങളാണ്. ആരൊക്കെ? ആലി മുസ്ലിം മുജാഹിദാണ് പോലും. സുബ്ഹാന ജല്ല ജലാൽ. ഉമർ ഖാദി മുജാഹിദാണ് പോലും. സുബ്ഹാനല്ലാഹ്. എന്നാ പ്രശ്നം കഴിഞ്ഞു. എന്നാ പിന്നെ ആ മുജാഹിദീനായിക്കോളൂ നിങ്ങളും. ആലി മുസ്ലിം ഇതേതാ പുസ്തകം അറിയോ? ഇത് സുന്നികൾ എഴുതിയ പുസ്തകമല്ല. ജമാഅത്ത് ഇസ്ലാമിന്റെ സമുന്നതനായ നേതാവ് ടി മുഹമ്മദ് എഴുതിയ പുസ്തകമാണ്. സുന്നികളെ എതിർക്കുന്ന വിഷയത്തിൽ നിങ്ങളും ജമാഅത്ത് ഒരേ കാണണോ? അവർ പറയട്ടെ ആലി മുസ്ലിം ഏതാ സാധനം പറഞ്ഞു. എന്തെങ്കിലൊക്കെ പ്രസംഗിച്ചു പോകലാ. അങ്ങനെ എനിക്ക് പറഞ്ഞൂടെ? എന്നിട്ട് അല്ലാഹ് ഇവിടെ പ്രസംഗിച്ച് എന്തൊക്കെ അറിയോ? മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് പോലാണ്. ശിഹാബുദ്ദീനും മുജാഹിദ് പറയാൻ നമ്മുടെ ഭാഗ്യം. ആലി മുസ്ലിം മുജാഹിദോ? എന്ത് പറ്റിപ്പോയി ഇവർക്ക്? ഇതിന്റെ 228 പേജ് മുതൽ വളരെ വ്യക്തമായി ആലി മുസ്ലിം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ കറാമത്തുണ്ടെന്ന് ആവില്ല, പക്ഷെ എന്തോ എഴുതി വെച്ചു അങ്ങനെ. ആരാണ് ഈ ആലി മുസ്ലിയാർ? ജമാഅത്ത് ഇസ്ലാമി ഇരുന്നത് നമ്മളല്ല. ആരാണ് ഈ ആലി മുസ്ലിയാർ? ഏതാലി മുസ്ലിയാർ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തി ബ്രിട്ടീഷുകാർക്ക് മുതൽ സന്ധിയില്ല സമരം നടത്തിയ മഹാനായ ആലി മുസ്ലിയാർ. ആരാണ് ആലി മുസ്ലിയാർ? കേട്ടോളൂ. ആലി മുസ്ലിയാർ കിഴക്കൻ ഏർനാട്ടിൽപ്പെട്ട നെല്ലിക്കുത്ത് ഗ്രാമത്തിൽ ക്രിസ്താബ്ദം 1853 ഹിജറ 1270 ജനിച്ചു. പിതാവ് എലിക്കുന്നൻ പാലത്തുമൂലയിൽ കുഞ്ഞുമൈദീൻ സാഹിബാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പൊന്നാനി മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് കേട്ടോളൂ. പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിയിൽ ഉന്നത നിലവാരത്തിലുള്ള മതവിദ്യാഭ്യാസവും അറബി ഭാഷാ ശാസ്ത്രജ്ഞങ്ങളും അഭ്യസിച്ചിരുന്ന ആലി മുസ്ലിയാർ. എന്ത് ആലി മുസ്ലിയാർ എവിടെ പഠിച്ചത്? പൊന്നാനിയിലെ പള്ളി ദർസിലാണ് ആലി മുസ്ലിയാർ പഠിച്ചത്. ഇനി കേട്ടോളൂ. അവിടുന്ന് പഠനം പൂർത്തിയാക്കിയിട്ട് ആലി മുസ്ലിയാർ എവിടേക്ക് പോയി? മക്കയിലേക്ക് പോയി. മക്കയിൽ പോയി പഠിക്കുമ്പോൾ ആലി മുസ്ലിയാർ ഉസ്താദാരാ? കേട്ടോളൂ. സൈനി ദഹ്ലാൻ. ആരാ സൈനി ദഹ്ലാൻ? ഈ പുസ്തകം തന്നെ പറഞ്ഞു കേട്ടോളൂ. സൈനി ദഹ്ലാൻ ആരാ? കേട്ടോളൂ. സൈനി ദഹ്ലാൻ ആരാ? കേട്ടോളൂ. വഹാബി പ്രസ്ഥാനത്തിന്റെ കടുത്ത എതിരാളിയാണ് സൈനി ദഹ്ലാൻ. സൈനി ദഹ്ലാൻ ആരാണ്? വഹാബി പ്രസ്ഥാനത്തിന്റെ മുജാഹിദീങ്ങൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന വ്യക്തിയാരാ? സൈനി ദഹ്ലാനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നാണ് ആര് പഠിച്ചത്? ആലി മുസ്ലിം. അപ്പൊ പിന്നെ പറയും അത് പഠിച്ചത് അവിടെ നിന്നായിരിക്കാം. പിന്നെ അദ്ദേഹം മുജാഹിദായി. എന്നാ കേട്ടോളൂ. ആലി മുസ്ലിം അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും അറിയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ചരിത്രം പഠിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചു പോകാൻ. അതാ ഞാൻ പറഞ്ഞത്, സെൽഫ് ഗോൾ അടിച്ചു പോകാൻ സുഖ. നേരിട്ടിരിക്കണം നമ്മളാ. നേരിട്ടിരിക്കും ഇവരറിയും. ഒരു നാളെ ഇവർ മറുപടി വെക്കും. ഒരു പ്രശ്നമില്ലല്ലോ. കാരണം എന്താ? അവർക്കൊന്നും പറയാം. ഇതാണ് സെൽഫികളെ പേടിക്കുന്നതാണ്. 2 സെൽഫി ഇപ്പോൾ സലഫി സെൽഫി, 2 സ്വന്തം മൊബൈൽ സെൽഫി, വഹാബി സെൽഫി, 2 സെൽഫ് അടിച്ചു പോവുക. നേരിട്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം തയ്യാറാവട്ടെ. നമുക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്കറിയാലോ പേരാമ്പറന്നുണ്ടായിരുന്നു. ആ ഓർമ്മ ഉണ്ട്. പിന്നെ വഴിക്കും അത് വരുന്നുണ്ട്. സമയം ഉണ്ടാക്കി ചെയ്യാം. ഇനി കേട്ടോളൂ. ആലി മുസ്ലിയാർ ആരാ? ഒന്നുകൂടി കേട്ടോളൂ. തരീക്കത്തിന്റെ ഷെയ്ഖാണ് ആലി മുസ്ലിയാർ. ഞാൻ ചോദിക്കട്ടെ, വഹാബികൾ തരീക്കത്ത് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ആലി മുസ്ലിം നിങ്ങൾ ആളാണെന്നല്ലോ ഇവിടെ. ആലി മുസ്ലിയാർ നിങ്ങൾ ആളാണെങ്കിൽ
നിങ്ങൾ തരീക്കത്ത് അംഗീകരിക്കുന്നുണ്ടോ? ഇനി കേട്ടോളൂ, ആലിം മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗം ഇതിൽ പറയുന്നു. എങ്ങനെയാണ് ആലിം മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നല്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കുക. ആലിം മുസ്ലിയാർ ഹദ്ദാദ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഹദ്ദാദ് ഓതുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ, എന്റെ പ്രിയപ്പെട്ടവരെ, ആലിം മുസ്ലിയാർ താമസിക്കുന്ന പള്ളി വളയുന്നത്. ആലിം മുസ്ലിയാർ ഹദ്ദാദ് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ്. നല്ല മുജാഹിദല്ല അത് ആലിം മുസ്ലിയാർ. ബ്രിട്ടീഷുകാർ ആലിം മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നത് ഏത് സമയത്താ? ആലിം മുസ്ലിയാർ പള്ളിയിൽ നിന്ന് ഹദ്ദാദ് ഓതുമ്പോഴാ. ഞാനല്ലത് പറയുന്നത്, സമസ്ത കേരള ജമിയത്തിന് പുറത്തിറക്കിയ പുസ്തകമല്ല ഇത്, ജമാഅത്ത് ഇസ്ലാമിയുടെ IPH പുറത്തിറക്കിയ പുസ്തകമാണ്. എഴുതി മുഹമ്മദാണ്. ഏക വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും വന്ന് പ്രസംഗിച്ചു പോകാനല്ല ഞാനിവിടെ വന്നത്, ആധികാരികമായിട്ടാണ് പറയുന്നത്. പിന്നാരാ ഇനിയിപ്പോ ഉമറുൽ ഖാദി മുജാഹിദ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനോട് ശബ്ദിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങളില്ലായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ കാണാമായിരുന്നു. ആ നല്ല ആൾക്കാരാ. നിങ്ങളെ പാരമ്പര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പാരമ്പര്യം എന്താ? മലബാർ ലഹളയുണ്ടാകുമ്പോ മലബാറിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബിരിമാറ് കാണിച്ചു കൊടുത്ത് വീരമൃത്യു വരിക്കുമ്പോ നിങ്ങളെ നേതാവ് കെ മൗലവി എന്ത് ചെയ്തത്? അവിടുന്ന് മുങ്ങി കൊടുങ്ങല്ലൂർ പോയി ഒളിവിൽ താമസിച്ചു. ഇതാ നിങ്ങളെ പാരമ്പര്യം. ഞാൻ പറയണോ? എവിടെയുണ്ട്? കെ മൗലവിയുടെ സ്മരണയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. മലബാർ ലഹള ഉണ്ടാകുമ്പോ കെ മൗലവി കൊടുങ്ങല്ലൂർ പോയി ഒളിവിൽ താമസിച്ചു. ആ പാരമ്പര്യമാണ് വഹാബി പാരമ്പര്യം. നമ്മളത് ആലിം മുസ്ലിയാർ ഹദ്ദാദിന് നേരിട്ട് കൊടുത്തു. കഴിഞ്ഞ ഉമറുൽ ഖാദി, ഇപ്പൊ ഉമറുൽ ഖാദിക്ക് ഇപ്പൊ പറഞ്ഞിട്ടൊക്കെ ഒരാളാണ്. ഈ അടുത്തൊരു മൗലവി പ്രസംഗിച്ചെന്താ അറിയോ? ഉമറുൽ ഖാദിലെ ബൈത്തൊക്കെ അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ബൈത്താണ്. ആരെ ബൈത്ത്? ആ ക്ലിപ്പിളയിൽ ഒന്ന് കേൾപ്പിച്ചോളൂ. ഉമറുൽ ഖാദിയുടെ ബൈത്ത് ഏതാ ബൈത്ത് അറിയോ? ഏതാണ് ആ ബൈത്ത്? ഉമറുൽ ഖാദി റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയി, മുത്തനബിന്റെ ഖബറിങ്ങ പോയി പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. അവിടെ നിന്ന് പാടിയില്ലേ, യാ കിറമൽ ഖുറമ അലൈതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബികും. ഉമറുൽ ഖാദി റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പാവപ്പെട്ട ഉമറിതാ, പാവപ്പെട്ട ഉമറിതാ അങ്ങയുടെ ഖബറിലേക്ക് വന്നിരിക്കുന്ന നബിയേ, അങ്ങയുടെ ഖബറിലേക്ക് വന്നിരിക്കുന്ന നബിയേ, വെറുതെ വന്നതല്ല യാ റസൂലല്ലാഹ്, വെറുതെ വന്നല്ല നബിയേ, അങ്ങയിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ചു കൊണ്ടുവന്നതാണ്. കരഞ്ഞു കരഞ്ഞ് കണ്ണിലൂടെ വെള്ളം ചാലിട്ടൊടുകി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കരച്ചിലുകളായ ഇസ്തിഗാസയാ ആ ബൈത്താണ് സല്ലൽ ഇലാഹു ബൈത്ത്. ലോക ശ്രദ്ധ ആകർഷിച്ച ബൈത്താണ്. പക്ഷേ ഇക്കാലം വരെ വഹാബികൾ മുജാഹിദ് സഹോദരന്മാർ അവർ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഉമറുൽ ഖാദിയുടെ ബൈത്തിനെ കുറിച്ച് ഇറക്കെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴിതാ അൽഹംദുലില്ലാഹ് അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഉമറുൽ ഖാദിയുടെ സല്ലൽ ഇലാഹു ബൈത്തൊക്കെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ബൈത്താണ്. ചെല്ലട്ടെ. പ്രവാചകന്റെ ഈ സൗമ്യഭാവം, എല്ലാവരോടുമുള്ള സ്നേഹം, വഴിയങ്കോട് ഉമർ ഖാദിയുടെ സല്ലൽ ഇലാഹു എന്ന ബൈത്ത് അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ബൈത്താണ്. എന്ത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്? നിങ്ങളത് മാത്രം പിടിച്ചു പറ്റിയിരുന്നില്ല, അപ്പൊ നിങ്ങളതുമായി. ബൈറ്റിന്ന് പാടട്ടെ. പ്രവാചകന്റെ കീർത്തനമാണ്. ആ കീർത്തനം തുടങ്ങുന്നത് അതിന്റെ ഒന്നാമത്തെ വരി പ്രവാചകന്റെ ഈ സ്വഭാവ മഹിമ പറഞ്ഞുകൊണ്ടാണ്. സ്വല്ലല്ലാഹു അലാ ഇബ്നി അബ്ദില്ലാഹി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാരമീമാ ഫളൻ ഗലീവൻ ലം യകും ബല്ലൈനാ ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ നമുക്ക് സലാത്തില്ലേ മതി, വേറെ പണിയൊന്നുമില്ല. നമ്മൾ ജവാബില്ലേ കൊടുത്താൽ മതി. എവിടെത്തി? അതിന്റെ 2 വരി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ബൈത്തെത്തി. മജഫദുന്നും സല്ലമിന്നൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമയ്യിതും ഫിത്തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അപ്പോൾ ഉമറുൽ ഖാദി പോരാളായി.
അൽഹംദുലില്ലാ. ഇനി ആരാളുടെ മമ്പറന്നങ്ങളെ കണ്ടോ? മമ്പറന്നങ്ങൾ ഇപ്പോൾ ഒരാളാണ്. ഷബാബിന്റെ കവർ പേജ്, ഷബാബിനെ ഇപ്പൊ തള്ളാൻ പറ്റല്ലോ, ഐക്യപ്പെട്ടല്ലോ. ഇപ്പൊ ഷബാബുകൾക്ക് ബാധക, ഐക്യപ്പെട്ടുകൊണ്ട് ഷബാബും ബാധക. ഷബാബിന്റെ കവർ പേജ് നോക്കുമ്പോൾ അനാചാരങ്ങൾക്കെതിരെ അടരാടിയ മമ്പറം തങ്ങന്മാർ. മമ്പറം തങ്ങന്മാർ ആരാണ്? അനാചാരങ്ങൾക്കെതിരെ അടരാടിയ ആളുകളാണ് മഹാന്മാരായ മമ്പറം തങ്ങന്മാർ. ഞാൻ വായിക്കാം. മമ്പറം തങ്ങന്മാരെ മധുരങ്ങനെ പറയുകയാണ്. എത്ര നല്ല ആളുകളാ മമ്പറം തങ്ങന്മാർ, എത്ര നല്ല ആളുകളാ മമ്പറം തങ്ങന്മാർ. മമ്പറം തങ്ങളെ മധുരങ്ങനെ പറയുകയാണ്. വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും അനുസരിച്ച് മാത്രം ജീവിക്കുകയും അങ്ങനെ ജീവിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത മഹാനായിരുന്നു സയ്യിദ് അലവി തങ്ങൾ. മമ്പറങ്ങളാരാണ്? ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജീവിച്ചു പോയ മഹാനാണ് സയ്യിദ് മമ്പറം തങ്ങൾ. കഴിഞ്ഞില്ല, കേട്ടോളൂ. ആരായിരുന്നു? മഹാനായിരുന്നു, അതീവ ഭക്തനായിരുന്നു അദ്ദേഹം. ആര്? ഇനിയൊരു വണ്ടി വിളിച്ചിട്ട് പോയാൽ നീ പ്രശ്നം കഴിഞ്ഞു. ഒരു സിയാറ ഇലാ ഹളറത്തി, പ്രശ്നം കഴിഞ്ഞു. എന്തിനാ സഹോദര ഇക്കാലം വരെ അവരെ ആക്ഷേപിച്ചില്ലേ? ഇക്കാലം വരെ അവരെ കുറ്റപ്പെടുത്തിയില്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിന് മാറ്റം വന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയില്ല. പടിപടിയായിക്കൊണ്ട് മാറുന്നുണ്ട്. മാറ്റത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എന്തിനാണ് ഇനിയും നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നത്? കുറച്ചുകൂടി കാത്തിരുന്നാമോ കൊന്നിക്കാമല്ലോ. ഏകദേശക്കായിപ്പോ ഇനിയിപ്പള്ളേ പറല്ലേ ആ കയ്യൊന്ന് ഉണ്ടെന്ന് ഇറക്കിച്ചായി വെറുതെ കഴിഞ്ഞു. കൈ ഇറക്കി തുടങ്ങിപ്പോ. കൈ പഴയമാരിക്കുന്ന ഇപ്പൊ എല്ലാവരും കെട്ടല്ലേ? അങ്ങോട്ട് കുറെ ആൾക്കാരെ കിട്ടും, കുറെ ആൾക്കാരും കിട്ടൂല. സക്കറിയ സറാഹി പറയാ, സക്കറിയ സറാഹി എന്ന് പറയേണ്ടത് എന്താ? മുജാഹിദിന്റെ പള്ളിയൊക്കെ ചെന്ന ചില ആൾക്കാർ ഇങ്ങനെ കിട്ടും. അങ്ങനെ പോന്നു. അതിലൊന്നും ഇപ്പൊ ആർക്കും താല്പര്യമില്ല. ഇപ്പൊ അതിലൊന്നും ആർക്കും താല്പര്യമില്ല. അതൊക്കെ പോന്നു. അതൊക്കെ പണ്ടായിരുന്നു. നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ കെട്ട്, നിസ്കാരം കഴിഞ്ഞ ഓട്ടം, അതൊക്കെ പണ്ടൊരു ഐഡന്റിറ്റി ആയി കണ്ടിരുന്നു. ഇപ്പൊ അവിടെ നിന്നൊക്കെ പോയി. ഇപ്പൊ കൈയിട്ടൊന്നും വിഷയമില്ല. അതൊക്കെ അല്ലെങ്കിൽ ഒരു ഫാഷനായിട്ട് കണ്ടു എന്നല്ലത്. എന്തായിരുന്നത്? അപ്പൊ അങ്ങനെ ഒരു അല്ലാച്ചുള്ള തർക്കങ്ങൾ. ഇതും പറയട്ടെ കാര്യം. നിസ്കരിക്കാനോ നിന്നാനോ 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിൽക്കുന്നത് നമ്മുടെ നിൽക്കാതെ നോക്കണങ്ങൾ ഇങ്ങനെ ഏപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചായിരിക്കും. എങ്ങനെ? ഞാൻ ഉദ്ധരിക്കുന്നില്ല കേട്ടോ. അത് അവര് ശൈലി നമ്മൾ പറയുന്നില്ല. അത് വേണമെങ്കിൽ ഒന്നുകൂടി അയാൾ പറഞ്ഞോട്ടെ, ഞാൻ പറയില്ല. എങ്ങനെ നിൽക്കാം? 35 കൊല്ലമായിട്ട് മുജാഹിദ് പള്ളിയിലെ ഒരു ഇമാമിന്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞത് പറയട്ടെ. നോക്കണങ്ങൾ ഇങ്ങനെ ഏപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചായിരിക്കും. അങ്ങനെ നിൽക്കാൻ നിൽക്കണ്ടേ? നീ കൈ കെട്ടണം പറയട്ടെ അദ്ദേഹം. അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിൽക്കുക. ശരിക്കും ലെവലായി നിന്നിട്ട് തട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യത്തിന് വാദപ്രതിയാതാക്കിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളിയിലെ പോയൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോന്ന് എന്താ? ഒന്നുമില്ല. അതിലൊന്നും വലിയ താല്പര്യമില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊന്നും വലിയ കാര്യം താല്പര്യമൊന്നുമില്ല. നമ്മളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ അത് നിലനിൽക്കൂലല്ലോ. കാരണം 4 മദ്ഹബിന്റെ ഇമാമികളും പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഈ കൈകെട്ടലുണ്ടായത്. അങ്ങനല്ലേ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ എഴുതി വെച്ചത്. പണ്ഡിതന്മാർ പറഞ്ഞത് ഈ നെഞ്ചിന്റെ മോൾ കൈകെട്ടുക എന്നുള്ള വാദം 4 മദ്ഹബിന്റെ ഇമാമികൾക്കെതിരാണ്. 4 മദ്ഹബിന്റെ ഇമാമികൾ ആരാ? ഇതൊക്കെ നമ്മൾ ചരിത്രം പഠിക്കണ്ടേ? പറയാൻ എളുപ്പ. എന്ത് ഷാഫി? ഇപ്പൊ അവിടെ നിന്നൊക്കെ പോയി കിട്ടും. ഇപ്പൊ അതൊക്കെ അംഗീകരിക്കണേ. ഇപ്പൊ ഷാഫി ഇമാമിനെ കുറിച്ചൊക്കെ എന്താ പറയണറിയോ? ഷാഫി ഇമാമിനെ കുറിച്ചല്ല, പൂർവികരായ എല്ലാവരെ കുറിച്ചും. ഈ അടുത്തൊരു മൗലവി ഇവർക്കിടയിൽ പ്രശ്നം രൂക്ഷമായപ്പോ ഇവരെ കൂട്ടത്തിൽ നേരത്തെ നമ്മളെ കുറിച്ച് കളിയാക്കി പറഞ്ഞില്ലേ, ആ മൗലവി പ്രസംഗിച്ചെന്താ അറിയോ? പൂർവികരൻ തള്ളാൻ പറ്റൂല. ഇപ്പൊ അങ്ങനെ തോന്നാ. എന്നിട്ട് ഇവർക്ക് എന്താ പ്രശ്നം? എന്തേലും ഒരു വിഷയം നമ്മൾ ഉദ്ധരിക്കുമ്പോഴേക്കും പറയും ഹദീസ് ലൈഫാണ്. ഹദീസ് ലൈഫായിക്കോട്ടെ. എന്താ ഒരു ഹദീസ് ലൈഫാണ്? ആരാ നമ്മളെ പഠിപ്പിക്കുന്നത്? ആരാ പഠിപ്പിച്ചത്? ഹദീസ് ലൈഫാണ് നമ്മൾ ആരാ പഠിപ്പിക്കുന്നത്? ഇമാമിങ്ങളെ പഠിപ്പിച്ചു. ഖുർആൻ ഉണ്ടാവോ? ഖുർആനിൽ എവിടെയുണ്ടോ ഇന്ന ഹദീസ് ലൈഫാണ്? ഉണ്ടാവില്ല. ഹദീസിൽ സഹീഹുൽ ബുഖാരിയിലോ മുസ്ലിമിലോ എവിടെയെങ്കിലും ഉണ്ടോ ഇന്ന ഹദീസ് ലൈഫാണ്? ഉണ്ടാവില്ല. പിന്നെ ആരാ ലൈഫാണ് സഹിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇമാമിങ്ങളാണ്. ആ ഇമാമിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ? ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാം. അവിടത്തും ഇമാമിങ്ങളെ പറ്റൂല, ഇവിടത്തുമ്പോഴോ അത് പറ്റും. അത് ഇരട്ടത്തപ്പല്ലേ? അത് വൈരുദ്ധ്യമല്ലേ? ഞാൻ ചോദിക്കില്ല. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മൗലവി തന്നെ ചോദിക്കുന്നുണ്ട്. അവിടെ പറയട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പറയട്ടെ. പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്. ഞാൻ നിങ്ങളെ വെല്ലുവിളി കൊണ്ടുവരും. ഏത് ജമിയത്തുലമേ
എന്റെ മേത്തൊന്നുമില്ല, ഞാൻ ലോക്കൽ ഭാഷ നമ്മളോടല്ലോ കേട്ടോ, മറുവിഭാഗത്തിനോടാണ്. നമ്മളോട് തെളിവുകൊണ്ടിരാൻ പറഞ്ഞല്ല. ആ പറയട്ടെ. കിട്ടോളി ലോക്കൽ ഭാഷ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ കാര്യം മനസ്സിലായിക്കോളൂ. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം, ലോകത്ത് നിങ്ങൾ ഹദീസ് വൈഫാണ് ഖുർആൻ പറഞ്ഞിട്ട് വിശ്വസിച്ചല്ല, ഹദീസ് പറഞ്ഞിട്ട് വിശ്വസിച്ചല്ല, പ്രഗത്ഭരായ മുഹദ്ദിസുകൾ പറഞ്ഞിട്ട് വിശ്വസിച്ച എങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ആ ഹദീസിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് സെൽഫി പണ്ഡിതർ ഉദ്ധരിക്കും. എന്താ പ്രശ്നം അറിയോ? ഇവർ പറയുന്നത് ജിന്നിനോട് സഹായം തരുന്നത് ശിർക്കല്ല എന്നതാണ്. അതിൽ ഒരു ടീം ഇപ്പം അങ്ങനെയാണ്. എങ്ങനെ? നമ്മളെ വീട്ടിൽ നിന്ന് എന്ന് നമ്മൾ വിളിക്കും. അവരൊരു അത് ശിർക്കാണ്. പിന്നെന്താ വിളിക്കേണ്ടത്? എന്താ വിളിക്കേണ്ടത്? നമ്മളിങ്ങനെ നമ്മൾ വിളിച്ച് 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 അപ്പോഴോ ഇവർ അത് ശിർക്കാണ്. പിന്നെന്താ? അത് കുഴപ്പമില്ല. ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല. അപ്പൊ തെളിവെവിടെ? അപ്പൊ ഇവർ ഹദീസ് ഉദ്ധരിച്ചു ഈ വിഭാഗം. അപ്പൊ ഇവരോട് മറ്റൊരു ലൈഫല്ലേ? അപ്പൊ ഇവർ എന്താ മറുപടി അറിയോ? ലൈഫ് ആയിക്കോട്ടെ, പക്ഷെ ആ ലൈഫ് ആണെങ്കിൽ പോലും ഒരൊറ്റ ഇമാമും ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്ത് ശിർക്കാണ് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ പോയിന്റ്, അത് പോയിന്റാണ്. പണ്ട് നമ്മൾ ഇയാൾക്ക് ഓതി കൊടുക്കുന്നു, ഇപ്പൊ ഇയാൾ ഇവർക്ക് ഓതി കൊടുക്കുക. അതേ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓലും ഇങ്ങോട്ടും പറഞ്ഞുതരും. പ്രശ്നം തീരും. കുറച്ച് കാത്തിക്കണം. നമ്മൾ മഴ പെയ്ത് കുറച്ച് കാത്തുന്നില്ല, തീരാ പ്രശ്നമൊന്നുമല്ല. മഴ പെയ്തപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ബേജാറാകിയിരുന്നു. മഴ പെയ്തിലേ ഞങ്ങളെ പരിപാടി എന്താകും? ഒന്നും ബേജാറാണ്. അത് പ്രകൃതി നമ്മൾ സഹകരിക്കാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ. ശുദ്ധികർഷം നല്ലതാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ലതാണ്. ഇനി കറാമത്താക്കൊന്നും വേണ്ട, നല്ലതാണ് ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ. പറയട്ടെ. ആ ഹദീസിൽ ശിർക്കില്ലാന്ന് അവർ തന്നെയാണ്. എങ്കിൽ ഈ 3 കാര്യമുണ്ട്, 2 എന്നിട്ട് ഇപ്പോഴത്തെ വാദം എന്താ അറിയാം? ഹദീസ് ലൈഫാണെന്ന് പറയാൻ ഇൽമ ഞമ്മക്കില്ല, പക്ഷെ അതിൽ ശിർക്കുണ്ടോ എന്ന് പറയാൻ ഇൽമ ഒലുക്കില്ല. അത് ഞങ്ങൾക്ക് അങ്ങനെ. ഞങ്ങൾക്ക് 3 ആൾക്ക് മാത്രമേ ആരൊക്കെ 3 ആളാരൊക്കെയാണ്? 1 നമ്മളവിടെ നിന്ന് പ്രസംഗിച്ചു പോയി അനീഫ് കായ്ക്കൊടി, 2 അബ്ദുറഹ്മാൻ സലഫി, 3 അനസ് മൊലി. ഇവരാണ് ഇപ്പോൾ ത്രിമൂർത്തികളാണ് അവരെ കൊടുത്ത ഏറ്റവും വലിയ ആലിമിലല്ല നമ്മൾ. ഈ 3 ആൾ അവർ പറയുന്നപ്പോൾ പറയുന്നത് നമ്മൾ പറയില്ല, ഇതൊക്കെ ഹിക്കായത്താണ്. അവർ പറഞ്ഞത് പറയുകയാണ്. എന്താ പറയണത്? ഈ 3 ആളുകൾ പറയണത് ഹദീസ് ലൈഫാണ്. ഇമാമികൾ പറഞ്ഞോട്ടെ, ഹദീസ് ശിർക്കുണ്ടോ എന്ന് തീരുമാനിക്കൽ ആരാണ്? ഞങ്ങളാണ്. ആ പറ. 200 വർഷത്തിനുള്ളിൽ ഒരു കാര്യത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ വാദ മൗദൂദി പറഞ്ഞ 13 നൂറ്റാണ്ട് കാലം ലോകത്ത് യഥാർത്ഥത്തിൽ റുബൂബിയത്തിലെയും ഉലൂഹിയത്തിലെയും അസ്മാഉ വസിഫാത്തിലെയും മാത്രമല്ല ഹാക്കിമിയത്തിലെ ശിർക്കിനെ കുറിച്ച് 13 നൂറ്റാണ്ടിൽ ലോക മുസ്ലിം പണ്ഡിതന്മാർക്ക് തിരിഞ്ഞില്ല എന്നാണ് ആര് പറഞ്ഞത്? ഇപ്പതാ ആ മൗദൂദിയെ പിൻപറ്റിക്കൊണ്ട് 3 ആളുകൾ. കണ്ടോ? എന്ത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വാദമാണ്. ഇക്കാലം ഉള്ളവർക്കും തൗഹീദ് ഇരുന്നിട്ടില്ല. ആ വാദമാണ് ഇപ്പൊ ആർക്കുള്ളത്? അതിന് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ജിന്നിൽ ക്ലിയറായി, ഔലിയാക്കളോട് ചില ഇങ്ങോട്ട് നന്നായി. അത്ര വ്യത്യാസം, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഇതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞു പോയില്ലേ ഇവിടെ? നേരത്തെ ചേർക്കടസ്ഥ പറഞ്ഞില്ലേ, കണ്ണിയത്തസ്ഥ അവിടെ കഴിഞ്ഞു പോയില്ലേ? ശംസുല്ലമ കഴിഞ്ഞു പോയില്ലേ? മഹാന്മാരെ കഴിഞ്ഞു പോയില്ലേ? അവർക്കൊന്നുമില്ലാത്തൊരു ശിർക്ക് പേർക്ക്. അത് ജമാഅത്ത് ഇസ്ലാമിന്റെ വാദമാണ്. ഇയാൾ മറ്റൊരു പറഞ്ഞു കൊടുക്കുക, അതന്നെ നിങ്ങൾക്കും പറ്റിയത്. പറയട്ടെ. നിങ്ങൾക്ക് ശിർക്ക് തിരിയും, ലൈഫ് ചെയ്യോ അതുപോലെ കൊക്കേ തിരിയുള്ളൂ. ഇപ്പൊ പറയുന്ന അങ്ങനെയാ. ഇപ്പൊ പറയുന്നത് എന്താണ്? അബ്ദുറഹ്മാൻ സലഫിക്ക് ശിർക്കാവുമല്ലേ എന്ന് തിരിച്ചറിയും, ഹനീഫ് കായ്ക്കൊടിക്കേ തിരിച്ചറിയും, ഇബിനെ ജലസ്കാരി അതൊന്നും മനസ്സിലാക്കാൻ ഇവരതൊന്നും തിരിയില്ല. പിന്നെ തിരിയണവരൊക്കെ ഹനീഫ് കായ്ക്കൊടി, അബ്ദുറഹ്മാൻ സലഫി. പിന്നെ മുമ്പിരിക്കുന്നു. അപ്പൊ ഇമാം മുത്തബിൻ സുന്ന മഹാനായ അല്ലെങ്കിൽ മഹാനായ ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ അയ്യേ മുപ്പരിക്ക് ശിർക്കൊന്നും തിരിയില്ല, അതുകൊണ്ടല്ലേ മുപ്പരിക്ക് ഇങ്ങനെ വിളിച്ച് ദ്വേർന്നോട്ടെ. അയ്യടാ ഐ എന്താ മുഞ്ചി അമ്മഹാന്റെ കാട്ടുകെട്ടിയ പ്രദേശത്ത് നിൽക്കാൻ യോഗ്യത നിങ്ങൾക്ക് എവിടെ? ഇമാം അഹ്മദുൽ ഹംബലിന്റെ കാറ്റിങ്ങനെ അടിച്ചു പോയാൽ ആ ഭാഗത്ത് നിൽക്കാനുള്ള യോഗ്യത ഹനീഫായി കൊടുക്കണ്ടോ? അത്ര മത്സരിപ്പിക്കണ്ടോ? നമ്മൾ ചോദിക്കല്ലോ. ഇതാരാ? നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മൾ ആരാണ്? അമർക്കരുത്. സുന്നികൾ ആരാണ്? മുശ്രിക്കും കാഫിറാണ്. അപ്പൊ നമ്മളെ എതിർക്കുന്നതിനെ പറ്റി തുല്യരാ. ആ ആളെന്നെ മറ്റവരോട് ചോദിക്കുക, ഇമാം അഹ്മദുൽ ഹംബറുല്ലാഹുവിന്റെ കാറ്റടിച്ചു കൊടുത്ത്. എന്നാ പിന്നെ ഇമാം അഹ്മദ് ഹംബൽ തങ്ങളുടെ ഉസ്താദാണ് ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അതിന്റെ കാറ്റിനും വേണ്ടല്ലോ. എന്നാ പിന്നെ അതിന്റെ കൂടെ നിൽക്കലല്ലേ ചെറുപ്പക്കാരാ നല്ലത്. ഇവർക്ക് ഇപ്പോഴെ വിടുക്കിങ്ങലെത്തി. ബാക്കി പറയട്ടെ. ഉച്ചന്റെ മുമ്പ് ഒന്നും എടുത്തിട്ട്
രാത്രി മഗ്‌രിബ് വരെ ഉയർത്ത് തീർന്നിട്ടില്ല ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 8 ലക്ഷമാണ്. ആരുടെ ആ കറാമത്ത് കേട്ടോളി, വലിയ മഹാന്മാരുടെ ബലന്നെ പറയേണ്ടത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ജനാസ നിസ്കരിക്കാൻ 8 ലക്ഷം ആളുകൾ പങ്കെടുത്തു. ആ മഹാന്റെ കാറ്റൊടിച്ചെടുത്ത് നിൽക്കാൻ അനീഫ കൈ കൂടി അധികാരമുണ്ടോ? അയാൾ ചോദിക്കുക, പറയട്ടെ. KJയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ ഉമരി സാഹിബ്, അദ്ദേഹം സെൻസബിൽ എഴുതിയ ഒരു ലേഖനുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച്. ഇവിടെ കിട്ടി വായിച്ചാൽ കോപ്പി ചെയ്ത് ചെയ്യാതിരുന്നുണ്ട്. ഒന്ന് വായിച്ച് പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കി. അത് ഇമാം നബിയോ ഏത് നബി? എന്നോട് ഒരു പണ്ഡിതൻ ചോദിച്ചാ മുജാഹിദ് സെന്ററിന് എന്തോ ഒലക്കുന്നല്ല അഹമ്മദ് ബിൻ ഹംബൽ. നിഷേധിക്കട്ടെ, മുബാഹലക്ക് വിളിക്കും ഞാൻ. എന്തോ ഒലക്കുന്നല്ല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. അതൊരു ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതനാണ്. മനസ്സിലായിക്കൂടെ? അപ്പൊ എവിടേക്ക് എത്തിച്ചു ഈ കൗമിനെ? നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചോളൂ. നിങ്ങൾ എത്തിച്ചാലും ഞങ്ങൾ എത്തിച്ചല്ല, നിങ്ങൾ എത്തിച്ചോടെ കൊണ്ട് നിർത്തി. അപ്പോൾ ഒരു നന്നായി പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടോ? ഞങ്ങളെ കൂട്ടുന്ന ഒരാൾ അങ്ങനെ പറയോ? എന്തോ അലക്കമൽ അഹമ്മദ് പറയും. എന്തോ അലക്ക് അഹമ്മദ് ഇമാമിനെ കുറിച്ച് പോയിട്ട് ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരെ കുറിച്ച് നമ്മളാലും പറയും. എന്തോ അലക്കമല്ലാണ്ട് പറയും. അപ്പൊ എവിടേക്ക് എത്തിച്ചു? കൊണ്ടായി വെച്ചു. ഇവര് നന്നായിട്ട് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഖേദിക്കുക. എന്റെ പ്രിയപ്പെട്ട ഞാൻ ൊരൊറ്റ ഇമാമിന്റെ ഉദ്ധരണി ധരിക്കാൻ കഴിയുമോ? ഒരു ഇമാമെ പറയട്ടെ, ഇവരെന്താ എഴുതി വെച്ചത്? ഇവരെഴുതി വെക്കുന്നു, എന്താ എഴുതി വെച്ചത്? മഹാന്മാരിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അദൃശ്യമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ, അസാധാരണ മാർഗത്തിലൂടെ, കാര്യകാരണങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരിൽ ഗുണം പ്രതീക്ഷിച്ചാൽ അത് ആരാധനയാണ്, അത് പ്രാർത്ഥനയാണ്, അത് അവർക്കുള്ള ആരാധനയാണ്, അത് ചെയ്താൽ ശിർക്കാണ്. എന്തെന്തെന്ത് ഒരു മഹാന്മാരിൽ നിന്ന്, ഏതെങ്കിലും ഒരു മഹാൻ, അത് ജീവിച്ചിരിക്കുന്നവരോട്ടെ മരിച്ചവരോട്ടെ ഏത് മഹാനിൽ നിന്നും അസാധാരണ മാർഗത്തിലൂടെ, എന്താ അസാധാരണ പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനിക്ക് സാധിക്കാത്ത മാർഗത്തിലൂടെ. എടുത്ത് അങ്ങനെ പറയണമെന്നറിയോ? ഈ നാളെ തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ്. എന്നിട്ട് ഞാൻ പ്രസംഗിച്ച ശേഷം ആർക്കെങ്കിലും തെറ്റിദ്ധാരണ വല്ല മുജാഹിദുള്ള ഒരു കയറുന്നോട്ടെ, ചോദിച്ചോട്ടെ, നമുക്കൊരു എതിർപ്പില്ല. കാരണം നമ്മുടെ ലക്ഷ്യത്തിൽ തീരലാണ്. അല്ലപ്പോൾ എനിക്ക് പരിപാടി ഉണ്ടാകണേ നാളെ തരാം, ഞാനിപ്പോൾ കൂടി നാളെങ്കിലും വരുള്ളൂ, എനിക്ക് മറ്റൊന്നും എനിക്കും വരാമല്ലോ പരിപാടി ഇട്ടു. അതിനല്ലത്, ഇത് തീരാനായി പറഞ്ഞത്. ഇത് തീരാനാണ്, തീരാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകണില്ലെങ്കിൽ അവർ വന്നോട്ടെ, ചോദിച്ചോട്ടെ, നമുക്ക് തീർത്തു കൊടുക്കാലോ. എന്താ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചത്? നിഷേധിക്കാൻ കഴിയില്ല, പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. എന്താ എഴുതി വെച്ചത്? ഒരു മഹാനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു ശക്തിയിൽ നിന്ന് ഒരു മനുഷ്യന് സാധിക്കാത്ത മാർഗം, അസാധാരണ മാർഗത്തിലൂടെ ഒരു ഗുണം പ്രതീക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഷർറ് പേടിച്ചാൽ അത് പ്രാർത്ഥനയാണ്, അത് അവർക്കുള്ള ആരാധനയാണ്. അവിടെ ചോദിക്കണമെന്നില്ല, ചുണ്ടാനും കൂടി വേണ്ട. എങ്ങനെ മുഹിദ്ദീൻ ഷേഖ് നമ്മളെ സഹായിക്കുന്ന വിശ്വസിച്ചാൽ തന്നെ എന്തായി? ആരാധനയായി ശിർക്കായി. ഇനി അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? മുഹിദ്ദീൻ ഷേഖ് കാക്കണേ കാക്കണേ കീക്കണേ കൂക്കണേ ഒന്നും വേണ്ട. എന്ത് മതി? നമ്മുടെ മനസ്സിൽ ആ വിശ്വാസം വന്നാൽ തന്നെ ശിർക്കായി. എവിടെ എഴുതിയിരിക്കുന്നു? വേറെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. വിശദീകരണേ എല്ലാ മുജാഹിദിനും ബാധകമുള്ള പുസ്തകമാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരാളുടെ പുസ്തകമല്ല. ഇവർ കബൽ ഫിറാഖ് വിട്ടുപിരിഞ്ഞതിന് മുമ്പുള്ള പുസ്തകമാണ്. അപ്പോൾ എല്ലാവർക്കും ബാധകം. വിട്ടുപിരിഞ്ഞത് 2002 അതിൻ്റെ മുമ്പുള്ള പുസ്തകം. എത്ര ഗൗരവമാണ് നിങ്ങൾക്ക്! ഇതൊക്കെ സ്റ്റേജ് കിട്ടുമെന്ന് പറയും, കാക്കണേ എന്ന് വിളിച്ച ശിർക്കാണെന്ന് പറയും. അത് മാത്രമല്ല, കാക്കണേ എന്ന് പറയുന്നു വേണ്ട, എന്തുണ്ടായാൽ മതി മനസ്സിൽ. ഇപ്പൊ പാണക്കാട് തങ്ങൾക്ക് നമ്മൾ പോയി, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഒരു രോഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം അസാധാരണ മാർഗത്തിലൂടെ പരിഹരിച്ചു തരുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ തങ്ങളോട് പറയുന്നു വേണ്ട, എന്തുണ്ടായാൽ മതി? ആ വിശ്വാസം ഉണ്ടായാൽ മുശ്രിക്കായി. എവിടെ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നോക്ക് നിങ്ങൾ. ഈ പറയുന്ന സത്യമാണ് സമ്മതിക്കുകയാണെങ്കിൽ, ഇവർ പറയുന്നത് സങ്കല്പിച്ചവർക്ക് സത്യമാണ്. ഒരു 5-6 ആൾക്കോട് ഇക്കാളെ കസേരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നൊരു ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്നുകൂടി ചേരെല്ലാം ചിരിക്കാരിക്കണ്ട. ഒരു 5-6 ആൾക്ക് ഇക്കാളെ കസേരയോട് ഉണ്ട്. പ്രയാസമുള്ള അത് ഇന്ന വിഭാഗം കേട്ടോ, ആർക്കും വന്നിരിക്കുക. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ മാറ്റി നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. സ്നേഹത്തോടെ ക്ഷണിക്കുക, വെല്ലുവിളിക്കല്ല. ഇങ്ങനെ വെല്ലുവിളിച്ച പിന്നെ പറയും, വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ വന്നല്ലോ, ഒരു സങ്കടങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ക്ഷണിച്ചില്ല, ക്ഷണം അവർക്ക് നിരസിക്കാം, അംഗീകരിക്കാം, ഉണ്ടോ ഹലോ, കുഴപ്പമില്ല. കസേര അഞ്ഞുകൊണ്ടിരുന്ന തരണം, കുറച്ചൊക്കെ വന്നിരുന്നല്ലോ, കുഴപ്പമില്ല. നോക്ക് നിങ്ങൾ, ഈ പറയുന്ന വാദം സമ്മതിച്ചു കൊടുത്താൽ വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിച്ചത് പറയുന്നത്
ഞാനൊരു സംഭവം പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ. മഹാനായ നബി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ബൽഖീസ് എന്ന് പറഞ്ഞ രാജ്ഞി ഇസ്ലാം വിശ്വസിക്കുകയാണ്. സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ചരിത്രം വിശാലമാണ്. യോഗം വിളിക്കുകയാണ്. സുലൈമാൻ നബിയുടെ യോഗത്തിന്റെ പ്രത്യേകത എന്താ? മനുഷ്യന്മാർ മാത്രമേ പക്ഷികൾ ജീവനെല്ലാം ആ യോഗത്തിൽ പങ്കെടുക്കും. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ യോഗത്തിൽ ആവശ്യപ്പെടുകയാണ്. എന്താ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നത്? ബൽക്കീസ് ഇങ്ങോട്ട് മുസ്ലിമായിട്ട് കടന്നു വരുന്നതിന് മുമ്പ് ആരാണ് ആ സിംഹാസനോട്ട് കൊണ്ടുവരിക? ബൽക്കീസ് അവിടുന്ന് പുറപ്പെട്ടു. ഇനി ഒരാൾ അവിടുന്ന് അങ്ങോട്ട് പോകണം, സിംഹാസനം എടുക്കണം, തിരിച്ചു വരണം. സുലൈമാൻ നബി ഇവിടുന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്താണ് സിംഹാസനമുള്ളത്, ബൽക്കീസിന്റെ കൊട്ടാരമുള്ളത്. അവിടെ പോകണം, സാധനം എടുക്കണം, തിരിച്ചു പോരണം. അപ്പോഴാണ് ആരാണത് കൊണ്ടുവന്നു തരിക? ആരാണ് കൊണ്ടുവന്നു തരിക? എവിടെ പോണം? ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം പോകണം, സിംഹാസനം എടുക്കണം, തിരിച്ചു വരണം. ബൽക്കീസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ പോലെ അത്യാധുനിക സംവിധാനമുള്ള വാഹനങ്ങളില്ല. അന്ന് വാഹനമില്ല. ആ കാലഘട്ടത്തിലാണ്. അപ്പോഴേതാ ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറയുകയാണ് സുലൈമാൻ എണീക്കുമ്പോഴേക്ക് കൊണ്ടുവരാം, അങ്ങിരിക്കുന്ന സ്ഥലത്ത് എണീക്കുമ്പോഴേക്ക് കൊണ്ടുവരാം. അപ്പോഴതാ ഒരു ആടിമണിയിട്ട് നിൽക്കുകയാണ്. ആ മഹാൻ പറയുകയാണ്, സുലൈമാൻ നബിയെ ഞാൻ കൊണ്ടുവന്നു തരാം. എത്രയാണ് സമയം വേണ്ടത്? അദ്ദേഹം പറയുന്നു, അങ്ങയുടെ കണ്ണൊന്ന് വെട്ടി മരിക്കുമ്പോഴേക്ക്, കണ്ണൊന്നുടച്ച് തുറക്കുമ്പോഴേക്ക് കൊണ്ടുവരാം. എവിടെ പോകണം? ആയിരക്കണക്കിന് സാധനം എടുക്കണം, തിരിച്ചറിയണം. ടൈമത്രേ? കണ്ണടച്ച് തുറക്കണ സമയം. കണ്ണടച്ച് തുറക്കാൻ എത്ര സമയം വേണം? ഒന്ന് അടച്ച് തുറന്നു നോക്കി നിങ്ങൾ. തുറക്കണം കേട്ടോ. ചിലർ പരിപാടിക്ക് വന്നിരുന്ന അപ്പം അടക്കും, പിന്നെ തുറക്കൽ പരിപാടി കഴിയുമ്പോഴാണ്. അതല്ല, എത്ര സമയം വേണം? സെക്കൻഡ് വേണം, നാനോ സെക്കൻഡ്. ഇവിടെ സുലൈമാൻ നബിക്ക് അപ്പൊ ഇവർ പറയും, അത് കൊണ്ടുവന്ന് കൊടുത്ത മൂപ്പറന്നല്ലാതെ സുലൈമാൻ ആരോട്ടെ, അതവിടെ ഇരിക്കട്ടെ. തേടിയോ തേടിയില്ലേ? പ്രശ്നമേതാ? മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത് സാധാരണയാണോ അസാധാരണയാണോ? സാധാരണയെങ്കിൽ ഞാനും നിങ്ങളും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യത്യാസമില്ല. എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ട്? 1 കിലോമീറ്ററിൽ 1 മിനിറ്റ്. ഞാനൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ആ കസാര, കൊട്ടാര സിംഹാസനം ഒന്നും വേണ്ട, ആ കസാര ആരെ കൊടുന്നേരാ? കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഓരോ ഒഴിഞ്ഞിറക്കുന്ന കസാരൻ്റെ മുന്നിൽ കയറിക്കല്ലേ ആരും കൊണ്ടുവരും പോകും. എല്ലാവരും ആ മുന്നിക്കിരിക്കുന്ന കസാരകൾ ഒഴിഞ്ഞിരുന്നാലേ ആ ബേക്കിലിരുന്ന് എങ്ങനെയാണ് കയറി വരച്ചിട്ടിരിക്കും. ഒന്ന് അവനാൻ്റെ മുന്നിലുള്ള കസാരയിലൊക്കെ ഒന്ന് കയറിയിരിക്കുന്നവൻ അത് ഫില്ലായി കിടന്നോട്ടെ. ബേക്കിൽ നിൽക്കുന്നത് കാണുമ്പോൾ കസാര ഉണ്ടായിട്ട് നിൽക്കുന്ന നമുക്ക് സങ്കടമാണല്ലോ. അവനാൻ്റെ മുന്നിലുള്ള കസാരയിലേക്കാണ് കയറുന്നത്. ചിലപ്പോൾ ഞാൻ തുടച്ചിരുന്ന കസാര ഇരിക്കുമല്ലേ, ആ ഒരു വിഷമം ഉണ്ടാവും സംഭവം. എന്നാലും കൂലുള്ള കാര്യമില്ലേ. അവനാണ് മുന്നിൽ കയറുന്ന, ബാക്കിയുള്ളവരിഞ്ഞിപ്പോൾ എങ്ങനെ ഇതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ കയറി വരച്ചിട്ടിരിക്കും. ഒന്ന് നമ്മളെ സഹകരിച്ചു കൊടുത്താൽ നല്ല കാര്യമില്ലേ. എല്ലാവരും തൊട്ട് മുന്നിലുള്ള കസാരയിലേക്ക് ഒന്ന് കയറിയിരിക്കും. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാ സമയത്രേ? ഇത് സാധാരണയാണോ അസാധാരണയാണോ? നിങ്ങൾ പറയും. ഇവരെ ചോദിച്ചെന്താ? അസാധാരണ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചാൽ മതി. എന്താ വേണ്ട? ചോദിക്കണ്ട. പ്രതീക്ഷിച്ചാൽ തന്നെ മുശ്രിക്കായി. അപ്പൊ സുലൈമാൻ നബി മഅദല്ലാഹ്
ഈ ചോദ്യം ഞങ്ങൾ പേരാമ്പ്രം ചോദിച്ചു. അതെടുത്ത് ഈ ചോദ്യം ഞങ്ങൾ പേരാമ്പ്രം ചോദിച്ചു. മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അനീഫ് കായ്ക്കുടിയോട്, നമ്മൾ തമ്മിൽ കുറേ വ്യത്യാസമൊന്നുമില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററിന് വ്യത്യാസമല്ല, 100 കണക്കിന് കിലോമീറ്ററിന് വ്യത്യാസമല്ല, 1 കിലോമീറ്ററിന് വ്യത്യാസമല്ല, 1 മീറ്ററിന്റെ വ്യത്യാസമേ തികച്ചു വരുന്നില്ല. ഞാൻ ചോദിച്ചു, ഞാനിന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഒന്ന് കൊണ്ടുവരൂ നിങ്ങളെ പോക്കറ്റിൽ കിടക്കുന്ന പേന, നിങ്ങളിരിക്കുന്ന കസാര. കഴിഞ്ഞോ? മറുപടി പറയാൻ കഴിഞ്ഞോ? കടന്ന് ഉരുളുകയായിരുന്നു. ഇവിടുന്ന് പങ്കെടുത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. പേരാമ്പ്ര മുഖാമ സംവാദം എല്ലാവർക്കും അറിയാലോ, നന്നായിട്ട് പറ്റിയതാണ് അവർക്ക്. കേൾക്കും നിങ്ങൾ? പിന്നെയോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, അത് സാധാരണ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? സാധാരണ അഭിപ്രായം ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളും നിങ്ങളും തമ്മിൽ വലിയ അകലൊന്നുമില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ട സംഭവം എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ബൽക്കീസിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സിംഹാസനം, അത് കൊണ്ടുവരാനാണ് എത്ര സമയം പറഞ്ഞത്? കണ്ണൊന്ന് വെട്ടിമൊഴിക്കുമ്പോഴേക്ക് ഇത് സാധാരണയാണോ? ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് കൊട്ടാരം വേണ്ട, സിംഹാസനം വേണ്ട, മൗലവീനിലൊക്കെയുള്ള പേര് വരുമോ? സമയം കഴിഞ്ഞു. ഇവരിങ്ങനെ കിടന്ന് പരതതിനെന്താ മറുപടി പറയിച്ചിട്ട് ഇങ്ങനെ പറയണ്ടേ? കണ്ണടച്ച് തുറന്നു അതിൽ ഞെന്നിട്ട് കാര്യമില്ല. ഈ സമയത്തിനുള്ളിൽ ഇത് സാധാരണയാണോ? ഇത് അസാധാരണയാണോ? ഇത് ഭൗതികമാണോ അഭൗതികമാണോ? പറയണം നിങ്ങൾ. ഇത് നമ്മൾ പലവട്ടം ചോദിച്ചിട്ട് മിണ്ടാൻ കഴിയേണ്ടവർക്ക്. കാരണം സാധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എന്ത് ചെയ്യണം? പേനായിരുന്നു. അതിട്ട് കഴിയുമോ? ഹനീഫായി കുടിക്കാൻ കഴിയുമോ? കഴിയില്ല. അസാധാരണ എന്ന് പറയാനോ? ഇവരെ വാദം പൊളിഞ്ഞു. ഇവരെ വാദം എന്താ? അസാധാരണ മാർഗത്തിലൂടെ ഒരു വ്യക്തിയിൽ നിന്നോ ശക്തിയിൽ നിന്നോ ഗുണം പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ്. ഒരു വാദം പൊളിഞ്ഞു. ഖുർആൻ ശിർക്ക് പ്രചരിപ്പിച്ചല്ലോ, തൊടാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന് വേറെ മറുപടി, അത് കൊണ്ടുവന്നാള് നിങ്ങൾ പറഞ്ഞ ആ വലിയൊന്നല്ല, അത് സുലൈമാൻ നബിയാണ്. കൊണ്ടുവന്നത് ആരോ ആയിക്കോട്ടെ, നമ്മുടെ വിഷയം കൊണ്ടല്ലല്ല. പിന്നെ ഏതാ വിഷയം? ആവശ്യപ്പെടൽ, പ്രതീക്ഷിക്കൽ. അത് ശിർക്കാണോ തൗഹീദാണോ? ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ. മറ്റൊന്ന്, സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച, ആ നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കിട്ടാൻ യൂസുഫ് നബി എന്തേ ചെയ്തത്? തന്റെ ഷർട്ടങ്ങൂരി കൊടുത്തുകയാണ്. കണ്ണ് കാഴ്ചയില്ലാതെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ഉപ്പയുടെ അടുക്കലേക്ക് മോൻ കൊടുത്തയക്കുന്നു. പ്രവാചകനായ മോൻ കൊടുത്തയക്കുന്ന എന്താ? ഒരു കുപ്പായം കൊടുത്തയക്കുകയാണ്. കൊടുത്തയച്ചിട്ട് പറയാണ്, ഈ കുപ്പായം കൊണ്ട് നിങ്ങൾ പോകണം, എന്നിട്ട് ഉപ്പാന്റെ മുഖത്തിടണം. എന്നാൽ ഉപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു ലഭിക്കുന്നതാ. ഇത് സാധാരണയാണോ അസാധാരണയാണോ? നിങ്ങൾ പറയൂ. സാധാരണയാണോ? സാധാരണയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ണിന്റെ കാഴ്ച ഇല്ലാത്തവർക്ക് എന്ത് ചെയ്താൽ മതി? ഉപ്പായ വരിക. എന്തിനാ കണ്ണോട്ടില്ലേ? സാധാരണ പോലെ. അപ്പൊ യാക്കൂബിനുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ യൂസുഫിന് പ്രതീക്ഷിച്ച മാർഗം ഏതാ? അസാധാരണ മാർഗം. ഞാൻ ചോദിച്ചവരോട് ഇത് സാധാരണ എനിക്ക് വാദമുണ്ടെങ്കിൽ അനീഫാന്റെ കുപ്പായം നൂരിയിട്ട് ഒരു കണ്ണോട്ടന്റെ മുഖത്ത് കിട്ടുമോ? എന്നാൽ തിരിച്ചു വരട്ടെ, കണ്ണ് തിരിച്ചിട്ടുണ്ടല്ലോ. സാധാരണയിൽ 6 കുപ്പായം ഇട്ട് കിട്ടുന്നല്ലോ. ഇടാൻ തയ്യാറുണ്ടോ? പറയട്ടെ. പിന്നെയോ അടുത്ത ആയത്തെന്താണ്? അത് ഞങ്ങളോട് ഓതി. അപ്പൊ ഒരു നബി ഗുണം പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അതന്നല്ലേ. അപ്പൊ യൂസുഫ് നബി നബിയല്ലേ? നമ്മള് തെളിവ് പറഞ്ഞ നബിമാരുടെ ജീവിതത്തിലല്ലോ കൊണ്ടേ പറയുന്നതാണോ? അപ്പൊ ഇത് ഹബൂബി കമീസിയാദ പറഞ്ഞത് ആരാ? യൂസുഫ് നബി അല്ലേ? നബിയല്ലേ? യൂസുഫ് നബി നബിയല്ലേ? പറയട്ടെ. യൂസുഫ് നബി നബിയല്ലേ? ഞങ്ങൾ പറഞ്ഞ ഉത്തരം നോക്കണ്ടേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടോ, ഈ കുപ്പായം കൊണ്ട് കൊണ്ടുപോകൂ, എന്നിട്ടോ ഉപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിടോ. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടോ, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടോ. ഞങ്ങൾ നേരത്തെ ചോദിക്കുന്നു, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അനീഫക്കായിക്കൊരു കുപ്പായം കൊണ്ടുവിടാൻ തയ്യാറുണ്ടോ? നേരത്തെ ചോദിച്ചു, അനീഫാന്റെ വേർപ്പ് കുപ്പിയിലാക്കാൻ തയ്യാറുണ്ടോ?
AP അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടു പോയി. AP അബ്ദുൽ ഖാദർ മൗലവി കുപ്പായം എന്ന വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കുടിക്കാൻ തയ്യാറുണ്ടോ ചോദിച്ചു. ഒന്നും ഞങ്ങൾ ചോദിച്ചു നമുക്ക് ഇറങ്ങാറുണ്ട്. ഞങ്ങൾ പറഞ്ഞു ചോദിച്ചറിയുമോ, ഞങ്ങൾ ചോദിക്കേണ്ട സമയമല്ലല്ലോ, അങ്ങനെ ഇടങ്ങാറ് വേണ്ട. ഞങ്ങൾ പറഞ്ഞു. എന്ത് പറയാനുണ്ടായി? വല്ലതും ഉണ്ടായിട്ടുണ്ടായോ? ഞങ്ങൾ ചോദിക്കട്ടെ. ഞങ്ങൾ പറയുന്നു, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഷർട്ട് കൊണ്ടുപോയിട്ട് ഇടാൻ പറയുന്നു. കൊണ്ടുപോയിട്ടപ്പോഴോ സുബ്ഹാനല്ലാഹ് ഫർതദ്ദ ബസീറാ. എന്ത് പറയാനുണ്ട്? കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ മുപ്പതിന്റെ ഇടയിൽ കൂടി ചെറിയൊരു ഒപ്പിക്കലുണ്ട്. മൊയ്സത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുണം പ്രതീക്ഷിക്കാം. എവിടെ വരട്ടെ, ഞങ്ങൾക്ക് അടുത്ത ബുക്ക് എടുക്കാൻ മുട്ടിച്ചിരുന്നു. ഇതേതാ പുസ്തകമോ? ഇതേതാ പുസ്തകം? ഇത് KP മുഹമ്മദ് ഒരു പ്രായമുള്ള ഒരു പുസ്തകം ഓരോരെ കൊണ്ട് ഇരുത്തിക്കുന്നു. ഇയാൾ ചോദിക്കുന്നപ്പോ നമ്മൾ എന്താ കാട്ടാന്ന്. എന്റെ നാട്ടിൽ നിൽക്കണം എന്നിട്ടറിയാം. KP മുഹമ്മദ് മൗലവി ഇങ്ങോട്ട് നോക്കി. ഇന്നലെ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ അവിടെ അങ്ങനെ കുത്തിരിപ്പുണ്ടെന്ന കാര്യം നടക്കൂല. ഇത് ശ്രദ്ധിക്കും. ഇന്നലെ ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ബുക്കൊന്ന് നോക്കണം, നിങ്ങൾ വായിക്കുന്ന വിഷയമൊന്ന് നോക്കണം. നിങ്ങൾ ഇനി അയാളെന്താണ്? ആരെ KP മുഹമ്മദ് മൗലവി? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദീർഘകാലത്തെ കാര്യദർശിയാണ്. തള്ളോ നിങ്ങൾ KP മൗലവിയെ. അങ്ങനെ തലക്കെന്നിട്ട് ജമിയത്തിലമയെ തള്ളി, KM തള്ളി, അങ്ങനെ തള്ളി തള്ളി അവസാനം കുറച്ച് മനസ്സ് പറയും. എന്തിനാ ചോദ്യം ചോദിച്ചു? നമുക്ക് വേണ്ട, അരീഫാനെ തള്ളും. അപ്പൊ അരീഫാൻ നമ്മൾ കൂടി ആലോചിച്ചല്ലേ, അങ്ങോട്ടും തള്ളു. അങ്ങനെ തള്ളി തള്ളി ഇവിടുന്ന് ഞങ്ങൾ തീർത്തു പറയാ. ഈ പരിപാടി കഴിഞ്ഞിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഞങ്ങൾ അന്ന് മംഗലാപുരത്ത് പറഞ്ഞു, നിങ്ങളിത് കഴിയുമ്പോഴേക്ക് രണ്ടാകും. ആയില്ലേ? രണ്ടായില്ലേ? തിരുപ്പുറത്തല്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ചിന്തിക്കുക, എന്ത് മറുപടി കഴിക്കുക? അദൃശ്യമായ മാർഗത്തിലൂടെ, അസാധാരണ മാർഗത്തിലൂടെ ഒരു വസ്തുവിന്റെ ഗുണം പ്രതീക്ഷകൾ ശിർക്കാണെന്ന് പറഞ്ഞാൽ യൂസുഫ് നബി മുശ്രിക്ക്. യൂസുഫ് നബി പോട്ടെ, അതിപ്പോ ജയിലിലേക്ക് കടന്നിട്ട് ഒരു കിതാബോധനം സമയം കിട്ടിയില്ല. ഇത് ആരത്തെ കൊണ്ടുവരുന്നത്? യാക്കൂബ് നബി ചോദിക്കും, എന്ത് പിരാന്തായി കാട്ടുന്നത്? നിനക്കെന്താ ശിർക്കും തൗഹീദും അറിയില്ലേ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട കുപ്പായുടെ ഈ കുപ്പായം കൊണ്ടു ചെല്ലുമ്പോ യാക്കൂബ് നബി ചോദിക്കണ്ടേ? യാക്കൂബ് നബി പറഞ്ഞൊരു ചോദ്യം, ഈ ശർത്തം കിട്ടെത്തിയിട്ടില്ല. കുപ്പായം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കതാണ് എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാ ഒത്തീരം ധൈര്യമുള്ളത് കേൾക്കാൻ, ധൈര്യമുള്ളത് കാണാൻ മഹാന്മാർക്കെല്ലാം കഴിവ് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ കാണുകയാണ്. യാക്കൂബിന്റെ വരുമ്പോഴേക്ക് പറയുകയാണ്, യൂസുഫിന്റെ സ്മെല്ല് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ യാഥാസ്ഥികനാക്കി ചിത്രീകരിച്ചിട്ടില്ലെങ്കിൽ കണ്ടോ, എന്ത് യാക്കൂബിന് പേര് നിങ്ങളെത്തി ഞാൻ പറയുന്നത് മക്കളോട് പറയാം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ പറയും അന്ധവിശ്വാസിയാണ്, യാഥാസ്ഥികനാണ്. ശരിയാണ്, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളാരാ? അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അന്ധകാലത്തുള്ള വിശ്വാസത്തിന്റെ ആൾക്കാരാണ്. ഇന്ധകാലത്തിലെ അല്ല, അന്ധകാലത്തിലാണ്. അത് പ്രശ്നം. യാഥാസ്ഥികരാണെന്ന്. അതെ, യാഥാസ്ഥികരാണ്. എന്താ യാഥാസ്ഥികന? യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർ. അപ്പന്റെ മക്കൾ പറഞ്ഞത്, ഉപ്പ ഇപ്പോഴും നിങ്ങൾ പഴയ വിശ്വാസത്തിൽ തന്നെയാണ്. കേട്ടോ, അവിടെയുള്ള മക്കൾക്ക് അറിയില്ലല്ലോ. മക്കൾ പറഞ്ഞു, ആ പണ്ട് പണ്ടേ ഉള്ളൊരു വിശ്വാസത്താണോ ഇപ്പോഴും ഉള്ളത്? അതേ മക്കളെ, ഞാൻ അതിൽ തന്നെയാണ്. അപ്പോൾ കണ്ണും വിടുന്നു. എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾ, സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഷിർക്കാണോ തൗഹീദാണോ? ഇത് ഷിർക്കാണോ തൗഹീദാണോ? നിങ്ങളെ വാദപ്രകാരം ഷിർക്കാണെന്ന് പറയേണ്ടതല്ലേ? അപ്പോൾ യൂസുഫ് നബി മുശ്രിക്ക്, യാക്കൂബ് നബി മുശ്രിക്ക്. ഇത് കൊണ്ടുവന്നതാരാ? ഈ ആശയം നമ്മളിലേക്ക് എത്തിച്ചാരാ? അല്ലാഹു. അതെ, കൊണ്ടുവന്നതാരാ? ജിബ്രീൽ. ഇത് പ്രചരിപ്പിച്ചതാരാ? മുത്തുനബി. എല്ലാവരും മുശ്രിക്ക് എന്ന് പറഞ്ഞ മാത്രം പോലെ ആരുമാണ്? മുശ്രിക്കുമാണ്. മറന്നോ? കാഫിറാണ്. റെഡിയല്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ പറഞ്ഞ പറയും, അതൊക്കെ അന്ധകാലത്തിലല്ലേ? ഇന്ധകാലത്തിൽ വല്ലതും ഇവർക്കും ഉണ്ട്, ഇന്ധകാലത്തിലുണ്ട്. അങ്ങനെ അന്ധവിശ്വാസം തമയാണത്. ഇന്ധകാലത്തിലുണ്ട്. എന്താ?
മഹാനായ മുത്തലിബിന്റെ കാലത്തുണ്ടായില്ലേ? മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ, മുത്തലിബിന്റെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മുത്തലിബിന്റെ ഹളറത്തിലേക്ക് വരികയാണ്. മുത്തലിബ് ഇങ്ങനെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഉമ്മു സുലൈം ഈ വേർപ്പ് കണ്ടപ്പോ ഒരു കത്തി എടുക്കുന്നു, കുപ്പിയെടുക്കുന്നു. കത്തി കൊണ്ട് ആ വേർപ്പെല്ലാം കുപ്പിയിലേക്ക് ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുപ്പിയിലേക്ക് ഇങ്ങനെ ശേഖരിക്കുമ്പോ മുത്തലിബ് ഞെട്ടി ഉണർന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മുസ്ലിം ഇങ്ങനെ ഒരു കയ്യിൽ കത്തിയുടെ കയ്യിൽ കുപ്പിയിട്ട് ഇങ്ങനെ നിൽക്കുക. നബി ചോദിച്ചു, നബിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഭാവിയിൽ ഇവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുത്തനബി ചോദിക്കുകയാണ്, മുസ്ലിം എന്താണ് ഒരു കത്തിയും കുപ്പിയുമായിട്ട് നിൽക്കുക, എന്താണ് പോയി? മുസ്ലിമിന്റെ മറുപടി, നബിയെ അങ്ങയുടെ വേർപ്പ് ഞാൻ കുപ്പിയിലേക്ക് ശേഖരിക്കുകയാണ്. എന്തിന്? രണ്ട് കാര്യമാണ് പറഞ്ഞത്. രണ്ട് കാര്യം. ഒന്ന്, നബിയെ ഞങ്ങളെ കുട്ടികൾക്ക് രോഗം വരാ, കുട്ടികൾക്ക് ബറക്കത്തിന് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പറഞ്ഞെന്താ? പ്രതീക്ഷ തന്നെ ശിർക്കാണ്. മുസ്ലിം പറഞ്ഞെന്താ? ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബറക്കത്തഹു, ഈ വിയർപ്പിന്റെ ദിവ്യശക്തിയെ, ബറക്കത്തിനെ ഞങ്ങളെ കുട്ടികൾക്ക്. വേർപ്പുകൊണ്ട് ബർക്കത്തിற்கு സാധാരണയാണോ അസാധാരണയാണോ നമ്മൾ പറയും? നമ്മളെ മൗലവിമാരൊക്കെ വേർക്കുമ്പോൾ എത്ര ആളെ കത്തിയും കുപ്പിണ്ട് വരില്ല? നീ വേണ്ട മൗലവി വേണ്ട, ഞാൻ പ്രസവിക്കുന്നു വേർക്കുന്നു. ആരെയും അങ്ങോട്ട് ഉസ്താദ് നിങ്ങളെ വേർപ്പൊന്ന് കുപ്പിയിൽ ഇല്ല. എന്തേ കാരണം? നമ്മുടെ വേർപ്പ് സാധാരണയാണ്, അത് അസാധാരണ വേർപ്പാണ്. അസാധാരണ വേർപ്പ് ബർക്കത്തെടുക്കുന്നു. രണ്ടാമത്തെ കാരണം പറയുന്നു, അങ്ങയുടെ വേർപ്പ് സുഗന്ധങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്മെല്ലുള്ളതാണ്. ഞങ്ങളെ വീട്ടിൽ കസ്തൂരിയുണ്ട്, അമ്പറുണ്ട്, പലതരം അത്തറുകളുണ്ട്. അങ്ങയുടെ പരിശുദ്ധമായ വേർപ്പാണ്. അപ്പൊ നബി എന്താ പറഞ്ഞു? എന്താ മുസ്ലിം ഇത്രയും കാലിട്ട് തൗഹീദും ശിർക്കൊന്നും മനസ്സിലായിട്ടില്ലേ? എന്ത് പണിയാണ് നീ കാണിക്കുന്നത്? അസാധാരണ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്ക് മാത്രമല്ല ആരുമാകും, കാഫറുമാകുന്ന മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുന്നത് നീ കേട്ടിട്ടില്ലേ? മുത്തനബി പറഞ്ഞോ? പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുസ്ലിം നീ പറഞ്ഞ സത്യമാണ്, നീ പറഞ്ഞ സത്യമാണ്. ഏത്? എന്റെ വേർപ്പുണ്ട്, ബർക്കത്തുണ്ട്, സുഗന്ധമാണ്. അല്ല, ഇത് സാധാരണ എപ്പോഴുണ്ടോ? ഞങ്ങൾ പേരാൻ പറഞ്ഞു. അതും ചോദിച്ചു ഇവരോട്. ഞാൻ ചോദിച്ചു, ഞങ്ങളെ പ്രസംഗം കേട്ടിട്ട്, ഞങ്ങളെ ചോദ്യം കേട്ടിട്ട് അനീഫ് നിന്നിങ്ങനെ വേർക്കുക. ഞാൻ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ അനസ് മൗലവിയുണ്ട്, നസീറുദ്ദീൻ റഹ്മാൻ ഉണ്ട്. രണ്ടാളും ചോദിച്ചു, അല്ല അനീഫന്റെ വേർപ്പൊന്ന് കുപ്പിയിലാക്കുമോ? എന്നിട്ട് സുഗന്ധാണ് ആ അനീഫാന്റെ. പിന്നെ പറയാൻ ധൈര്യമുണ്ടോ? മിണ്ടാൻ കഴിഞ്ഞില്ല. ഒരു തെളിവ് കൂടി ഞങ്ങൾ അവിടെ നിന്ന് കൊടുക്കുകയാണ്. ആ കുപ്പായം വെള്ളത്തിൽ കൊടുക്കുകയാണ്. യോഗം മാറുകയാണ്. അവർ പറയുന്നു, ഇത് മുത്തുനബി ജീവിച്ചിരിക്കുമ്പോഴല്ല, വഫാത്തിന്റെ ശേഷമാണ്. വഫാത്തായി പോയ മുത്തുനബിയുടെ കുപ്പായം വെള്ളത്തിൽ മുക്കുന്നു, കുടിക്കാൻ കൊടുക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, ഇത് സാധാരണയാണോ? സാധാരണയാണെങ്കിൽ AP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചു പോയിട്ടുണ്ട്. മുപ്പര കുപ്പായൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരും അനുയായികളൊന്നും കുടിക്കുമോ? മിണ്ടിയില്ല കേട്ടോ. എന്തേ തൊടാതിരുന്നത്? എന്തേ മിണ്ടാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെ നസറുദ്ദീൻ റഹ്മാനി അനീഫ് കായിക്കോടിനെ വയർപ്പെടുത്തിട്ട് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? സാധാരണ കഴിവാണെങ്കിൽ, മനുഷ്യകരിൽപ്പെട്ടതാണെങ്കിൽ അനീഫ ഞങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ വേർക്കുന്നുണ്ട്. ഒന്ന് വാ നസറുദ്ദീൻ റഹ്മാനി, ഒന്ന് കുപ്പിയിലാക്കെ, എന്നിട്ട് മാത്രല്ല ഞങ്ങളെ അനീഫിന് ആലേക്ക് എന്റെ വേർപ്പൊക്കെ കുപ്പിയിലാക്കിയാലേ കുട്ടികൾക്ക് സുഗന്ധമാണ്. ആ അനീഫാനെ വേർപ്പെടുത്തിട്ട് തേക്കല്. ഒന്ന് ചെയ്യ് നിങ്ങളെ. കഴിയോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് തൊടാറുള്ളത്. മറ്റൊന്ന് കിട്ടിയ ബുക്കിലൂടെ അയച്ചൂടെ ഞാൻ ചോദിക്കട്ടെ, KM മരണപ്പെട്ടു പോയിട്ട്, ഒക്കന്നൂരെ മരണപ്പെട്ടു
പോയിട്ട്, അതെല്ലാം കഴിഞ്ഞു പോയ ഏതെങ്കിലും മരണപ്പെട്ടു പോയിട്ട്, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ AP അബ്ദുൽ ഖാദറിന്റെ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ ഹനീഫ തയ്യാറുണ്ടോ? നസറുദ്ദീൻ റഹ്മാൻ തയ്യാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഒക്കെ നമ്മൾ പറയാന്നല്ലാതെ മിണ്ടാങ്ങില്ല. ഇവിടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ കൂട്ടത്തില്. അവരൊക്കെ മുഖം കാണേണ്ടതായിരുന്നു. ഞാൻ അവർ കുറ്റപ്പെടുത്തില്ല. അവർ പാവങ്ങൾ. അവരെന്ത് ചെയ്യാ? പാവങ്ങളല്ലേ, അവരെന്ത് ചെയ്യാനാ? ഞാൻ ചോദിക്കുന്ന, സ്നേഹത്തോട് ചോദിക്കുക സഹോദര, ഇത് ഷിർക്കാണോ തൗഹീദാണോ നമ്മൾ പറയും? ഷിർക്കാണെങ്കിൽ അപ്പൊ പിന്നെ ഇതൊക്കെ പറഞ്ഞ പിന്നെ ലാസ്റ്റ് ചോദ്യം തിരിക്കറിയോ? അതൊക്കെ ജീവിച്ചിരിക്കുന്നതല്ലേ? അല്ല. ഈ കുപ്പായതാ വഫാത്തായി പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തായി പോയ, എന്നാ പിന്നെ വഫാത്തായി പോയ റസൂലുള്ളാഹിനോട് വേണ്ടി നേരിട്ട് സഹായം ചോദിക്കുന്ന തെളിവുണ്ടോ? അതുണ്ട്. ഏതാ സാധനം? നിങ്ങളെ കിതാബ, നമ്മുടെ കിതാബല്ല. സാധനം കേട്ടോ, എഴുതിയ ആള് നമ്മളാളല്ല, ഇവരുടെ വലിയ നേതാവാണ്. അതിനപ്പുറം ഇരിക്കുന്നൊരു നേതാവ് ഇല്ല. ഇതിന്റെ അപ്പുറം ഇരിക്കുന്ന നേതാവ് ഇല്ല. അദ്ദേഹത്തിന്റെ കിതാബ്. എന്താ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് വന്ന് സഹായം തേടി തെളിവുണ്ടോ? ഇവരില്ല. ഉണ്ട്. ഞാൻ പറയാം, സമ്പാദ്യം പറയാം. മദീനത്ത് മഴയില്ല, വെള്ളമില്ലാതെ സഹാബത്ത് കട്ടപ്പെട്ട സമയം, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയം, ഒരാളതാ റസൂലുള്ളാഹിയുടെ ഖബറിലേക്ക് വരികയാണ്. ആരാണ് വന്നാള്? സയ്യിദുനാ ബിലാൽ ഇബ്നു ഹാരിസ, സഹാബികളിൽപ്പെട്ട സയ്യിദുനാ ബിലാൽ ഇബ്നു ഹാരിസ അൽ-മദ്നിയാണ്. സഹാബിയാണ്, ഞാൻ പറയുകയല്ല. സഹാബിയാണ്, ഞാൻ പറഞ്ഞതല്ല. നേരത്തെ ബാലുശ്ശേരിക്കാരൻ ചോദിച്ചല്ലേ, ഇബ്നു ഹജർ, ഇവരതിന് പോരാ, പിന്നെ ആർക്കെ തിരിയാ? ഈ മൂന്ന് ആൾക്കാരനല്ലേ? ആ ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് തന്റെ ഫത്വായിൽ സൈഫിനെ തൊട്ട് തിരിച്ചുകൊണ്ട് പറയുകയാണ്, ആ ഖബറിലേക്ക് വരികയാണ്. എന്നിട്ടോ മുത്തുനബിയോട് പറയുകയാണ്, ആരോട്? ഖബറിൽ കിടക്കുന്ന നബിയോട് പറയുകയാണ്, നബിയേ, മഴയില്ലാതെ വെള്ളമില്ലാതെ അങ്ങനെ സമുദായം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നബിയെ, അങ്ങ് മഴയ്ക്ക് വേണ്ടി തേടണം. ആരോട്? ആരോട്? ഖബറിൽ കിടക്കുന്ന അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. ഇവരെ കാഴ്ചപ്പാട് പ്രകാരം ആ സഹാബി ആരായി? ശിരിക്കുമായി, കഫറുമായി. ഇവരെ ചോദ്യമാണ്, മരിച്ച പിന്നെന്താ കാര്യം? അവരിങ്ങനൊക്കെ പറഞ്ഞിട്ട് തോന്നിപ്പോവും. മരിച്ച കാണൂല, കേൾക്കൂല, അറിയില്ല. ഒറ്റ പ്രസംഗ തെളിവെന്താ? ഇന്നക്കലാത്തങ്ങനെ അർത്ഥം തന്നെയല്ല. ഇന്നക്കലാത്തസ്മിഹൽ മൗത്തൊക്കെ മരിച്ചവർ കേൾക്കൂലെന്ന് അർത്ഥം തന്നെയല്ല. ഈ സാധുക്കൾ തെറ്റിദ്ധരിച്ചാണ്, പാവങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ തൊട്ടുപോയതാണ്. ഞാൻ ശബ്ദം കേൾക്കുന്ന കൂടുതൽ ആരെങ്കിലും കടന്നു നോട്ട് എന്നോട് പറയട്ടുണ്ടെന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാലോ. നോക്കാം. ഇല്ലേ, അവരെ കിതാബ് പറയണ്ട, നല്ല രസം. ഞാൻ പറയില്ല, അത് അവരുടെ കിതാബ് തന്നെ പറയുന്നുണ്ട്. നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. മരിച്ചവർ കേൾക്കൂല, മരിച്ചവർ അറിയില്ല. നമ്മൾ ആലോചിച്ചു, മരിച്ചവർ കേൾക്കൂല. ഒന്ന് സങ്കല്പിക്കും, ഒന്ന് 5 മിനിറ്റ്. ഖബറിൽ മുൻകർ നക്കീർ വരില്ലേ? മുൻകർ നക്കീർ വന്നിട്ട് മൻ റബ്ബുക, വൈഫ് എന്താ പറയാ? ഞങ്ങൾക്ക് എന്താവുന്നില്ല. മുൻകർ നക്കീർ എന്നിട്ട് അള്ളാഹുവിനോടല്ലേ പഠിച്ചവരെ പോയത് പോയി മേലെ പറഞ്ഞേക്കരുത്. കാരണം എന്താ? മരിച്ചവര് കേൾക്കൂല. കേൾക്കാത്ത സാധനത്തോട് മൺറബ്ബുക ചോദിച്ചിട്ട് വരുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ സാധനത്തോടൊക്കെ മൺറബ്ബുക വൈക്കെ, നിന്റെ മരളേരാ, അമ്മ ദീനൊക്കെ നിന്റെ കമ്പനി ഏതാ? നല്ല കാര്യമുണ്ടോ? എന്തൊരു അല്ലേ, എത്ര വിവരക്കേടാണ് ഈ പറയുന്നത്. മരിച്ചവർ കേൾക്കൂല. മരിച്ചവർ കേൾക്കും ചെയ്യും, അറിയുകയും ചെയ്യും. അത് എങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റൂല, നമുക്ക് പറയാൻ കഴിയില്ല. കേൾക്കും, കാണൊക്കെ ചെയ്യും. എത്രത്തോളം ആസ്വദിക്കല്ലേ, മയ്യത്തിനോട് പറയില്ലേ. ഖബറിൽ കിടക്കുന്ന മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനോട് പറയുന്ന വാക്കെന്തായാലും, ഒരു നവവരൻ പുതിയാപ്പിള ഉറങ്ങും പോലെ. പുതിയാപ്പിള ആദ്യരാത്രി ഉറങ്ങല, ആ സുഖത്തിൽ ഇങ്ങനെ ഇരിക്കില്ലേ? അതുപോലെ നീ കിടന്നോ, നിനക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ്. ഇവർ പറയുന്നു, മരിച്ചാൽ കാണൂല, കേൾക്കൂല, വെറുതെ അല്ലേ. ഞാൻ ഇതിന് തത്തുല്യമായ സംഭവം സാന്ദർഭികമായിട്ട് പറയട്ടെ. മരിച്ചൊരു കേൾക്കുന്ന സംഭവം കേട്ടോളൂ. എന്താ?
എന്താ സംഭവം? അന്ന ഖൗമൻ സമീഉ റദ്ദസ്സലാം മിൻ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഖബറിനെ പോയിട്ട് സലാം പറഞ്ഞപ്പോൾ പലപ്പോഴും പറഞ്ഞ സലാം അടക്കുന്നത് കേട്ടിട്ടുണ്ട്. ആരാ പറഞ്ഞു? നമ്മളല്ല, ഇത് സമസ്തന്റെ കിതാബല്ല. ഇവരുടെ വലിയ നേതാവാണ്, അറബി വായിക്കാൻ പരിശോധിക്കാം, ഇല്ലെങ്കിൽ പറയാം, നിങ്ങളെ കൂടെ ഞാൻ വരാം. എന്തോ പ്രവർത്തനം ഇപ്പഴെ എടുത്ത് ഓരോ പേരാണ് ഞാനും കൂടെ. എന്തേ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി സലാം പറഞ്ഞപ്പോ മുത്തനബി സലാം അടക്കിയത് കേട്ടവരുണ്ട്. കഴിഞ്ഞില്ല. അത് മാത്രം റസൂലുള്ള മാത്രമല്ല, നീ നാളെ ലഭിക്കാണ് നബിന്റെ പ്രത്യേകത പറയണ്ട. സാലിഹീങ്ങളായ ആളുകളെ ഖബറിനെ പോയി സലാം പറഞ്ഞപ്പോ ആ ഖബറിടക്കിയ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറയുന്നത് ആരാ? നിങ്ങളുടെ നേതാവാ. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ പറയട്ടെ, ഇല്ല, ഞാൻ മടക്കി വെക്കാം, അവർ പിന്നാലെ പോകാം, നാളെ ഇവിടെ സ്റ്റേജ് കെട്ടാം, വരട്ടെ. അതേ പറഞ്ഞ സെൽഫ് അടിക്കണ മാറ്റിയിട്ടൊന്ന് നേരിട്ട് വരും. അപ്പോൾ അതൊക്കെ തീരുമാനമാകും. ഇത് നാളെ പ്രസംഗിക്കാൻ വരും. ഞാൻ പറഞ്ഞ ഒന്നും തൊടൂല, ഒരു വേറെന്തെങ്കിലും പറയും. ഈ തൊട്ടത്തിന് എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചു പോകും. അതങ്ങനെയല്ല, ഇങ്ങനെയാണെങ്കിൽ നമ്മളെന്താവണം? രണ്ട് ടീം വേണ്ടേ? എപ്പോഴല്ലേ ഫുട്ബോൾ രസം ഉണ്ടാവുള്ളൂ. ഇത് ഒരു ടീം ഇട്ട് ഇങ്ങനെ പന്തടിക്കാണല്ലോ. ഇനി കഴിഞ്ഞില്ല, അടുത്ത കേട്ടോളൂ. സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആരാ സയ്യിദ് തങ്ങൾ? സയ്യിദു താബിഈങ്ങളുടെ നേതാവാണ്. മദീനത്തെ പള്ളിയിൽ എപ്പോഴും ഉണ്ടാകും. ഒരു വക്ത എത്ര കാലമായിട്ടെന്നറിയോ? 40 കൊല്ലമായിട്ട് ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ 40 കൊല്ലമായിട്ട് ഒരിക്കൽ പോലും മദീനത്ത് സഈദ് തങ്ങളുടെ ജമാഅത്ത് മുടങ്ങിയിട്ടില്ല. നമ്മളൊക്കെ മദീനത്തേക്ക് സിയാറത്തിന് 4 ദിവസം ഉണ്ടാവുള്ളൂ, 4 വക്ത് പോകും. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. 40 കൊല്ലമായിട്ട് ഒരു വക്ത് മുടങ്ങാത്ത മഹാനാണ് ആരെ? സഈദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹർറാ കലാം ഉണ്ടായപ്പോ, മദീനത്തുണ്ടായ കലാമാണ് ഹർറാ കലാം. അന്ന് മദീനത്തെ പള്ളിയിൽ ആരുമില്ല. സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു മാത്രം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കേട്ടോളൂ, ഇവരുടെ നേതാവ് പറയാണ്, ഖബറിന്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് കൊടുക്കേണ്ട സമയമായപ്പോൾ ഞാൻ ബാങ്ക് കേട്ടു. ഇവിടുന്ന് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന്. എന്താ പ്രശ്നം? മദീനത്തെ പള്ളിക്ക് ബാങ്ക് കൊടുക്കാനാളില്ല, സമയമായി. ഖബറിന്റെ ഉള്ളിൽ നിന്ന് മുത്തുനബി സമയമായതറിയുകയാണ്. അറിഞ്ഞു എന്ന് മാത്രമല്ല, ബാങ്ക് കൊടുക്കുകയാണ്. കൊടുത്തു എന്ന് മാത്രമല്ല, പുറക്കുകയായി. എവിടെ പറയുമോ? ഇബ്നു തൈമിയുടെ ഗ്രന്ഥത്തിൽ പറയുന്നു. നിഷേധിക്കാൻ കഴിയുമോ? എന്താ സംഭവം? മദീനത്തെ ബാങ്ക് കൊടുക്കാൻ ആളില്ലാത്ത എവിടുന്ന് അറിയുന്നു? ഖബറിന്റെ ഉള്ളിൽ നിന്ന്. അറിഞ്ഞു മാത്രമല്ല, മുത്തനബി ഖബറിനുള്ളിൽ കൊടുക്കുന്നു. കൊടുത്തു എന്ന് മാത്രമല്ല, കേൾക്കുന്നു. കേട്ടെന്ന് മാത്രമല്ല, അത് ഉദ്ധരിക്കുന്നു. അതാ പ്രശ്നം. നിഷേധിക്കാൻ കഴിയോ? പറട്ടെ. ചരിത്രത്തെ വക്രീകരിക്കരുത്. ചരിത്രം ഗ്രന്ഥങ്ങൾ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചവർ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ്സും കാണിക്കണം. നാളെ എന്ത് മറുപടി പറയുന്നില്ല പാലിക്കേണ്ടത്. നല്ല മനസ്സോടെ കേൾക്ക് സഹോദര, കേൾക്ക്. ഇരുന്ന് കിടക്കുമെന്ന് ആലോചിക്കുക, അല്ലേ? പഠിച്ചവരെ വീടിനേതല്ല, അല്ല ഞല്ലിപ്പി രക്ഷിതല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ രാജ്യമാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാളെ തന്നെ മറുപടിയൊക്കെ നമുക്ക് നല്ല മനസ്സിന്റെ ഒന്ന് പോയി പക്ഷേ ഞങ്ങളുടെ നേതാവിന്റെ കിതാബിലല്ലേ അയാളെക്കാൾ വലിയ വിവരൊന്നും നമുക്കില്ല. അയാളെക്കാൾ വലിയ വിവരത്തിനേക്കാളും വിവരമൊന്നുമില്ല. ഇപ്പം വിവരം ഉണ്ടായപ്പോൾ നമ്മളെ ആക്ഷേപിക്കുന്നില്ല, ഇയാളെക്കാളില്ലല്ലോ. ഇനി കഴിഞ്ഞില്ല, കേട്ടോളൂ. ഇബ്നു തൈമിയ്യ പറയുകയാണ്, ഇതൊക്കെ സത്യമാണ്. ഈ നാളാരിൽ നിഷേധിക്കുമെന്ന് പേടിച്ചിട്ട് മുമ്പ് അതിനെ പറഞ്ഞേക്കുന്നത് ഇതൊക്കെ സത്യം. ഇത് ആരെ പറഞ്ഞിറങ്ങള്? ഖബറിന് പോയി സഹായം എന്നുള്ള ഷിർക്കാന്ന് പറഞ്ഞ ആളാണ് ഉണ്ടായിട്ട് ഇവിടെ അംഗീകരിക്കല്ലേ വേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ വക്രബുദ്ധി അംഗീകരിക്കാൻ തയ്യാറല്ല. സംബന്ധം സംഭവിക്കും, പക്ഷെ എന്താ പറയും? വ്യത്യാസം പറ്റൂല. അതെന്നെ ഇവർക്കും പറ്റിയത്. ഉള്ള പോലെ അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുകയും വേണ്ടേ?
പക്ഷെ ഇബ്ലീസിന്റെ പിൻഗാമികളായി തീരില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുകയാണ്, വകദാലിക അയ്ളൻ മാ യുർവാ അന്ന റജുലൻ ദഅഇല ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് വന്നു. ഫശക്കാ ഇലൈഹിൽ ജദ്ബാ, മുത്തുനബിയോട് മഴയില്ലാത്ത വെള്ളമില്ലാത്ത ആ ക്ഷാമത്തിന്റെ പ്രയാസത്തിന്റെ സങ്കടങ്ങൾ മുത്തുനബിന്റെ മുമ്പിൽ അവരാധിബോധിപ്പിച്ചു. അവതരിപ്പിക്കുകയാണ് ആരോട്? മുത്തുനബിയോട്. ആരും അവതരിപ്പിക്കുന്നത്? മുത്തുനബി. ഏത് മുത്തുനബി? ഖബറിൽ കിടക്കുന്ന പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ആരോടാണ് അവരാധി പറയുന്നത്? മുത്തുനബി. ഓ, നമ്മളെ മൗലവിത്താലുണ്ട് ലക്ക അഷ്കു എന്നിട്ട് കേൾക്കുമ്പോൾ ഒരിക്കലും അളകാ അല്ലേ? لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب رسول الله ഖബറിന് പോയി ആവലാതി ബോധിപ്പിച്ചു, ശിഖായത്ത് പറഞ്ഞു. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞോളൂ, റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോഴോ മുത്തുനബി ഇയാളെ കാണുകയാണ്. ആരെ? പുറത്തു നിൽക്കുന്ന ആളെ ഖബറിന്റെ ഉള്ളിൽ നബി കാണുകയാണ്. എന്നിട്ടോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മുത്തുനബി പുറത്തുള്ള ആളോട് കൽപ്പിക്കുകയാണ്, ഉമറുല്ലാഹിന്റെ അടുക്കലേക്ക് ചെല്ലാൻ. എവിടെ? ഉമറുല്ലാഹിന്റെ അടുക്കലേക്ക്. ആരാ കൽപ്പിക്കുന്നത്? ഇവരെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ മരിച്ചാൽ കാണൂല, കേൾക്കൂല, അറിയില്ല. ആ മുത്തുനബി ഖബറിന്റെ ഉള്ളിൽ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, കൽപ്പിക്കുന്നു. പുറത്തേക്ക് കൽപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? പോ, നീ ഉമറിന്റെ അടുക്കലേക്ക് ചെല്ല്, ഈ സങ്കടം ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഇവിടെ പറയേ, ഉത്തരം കിട്ടും, മഴ ലഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്ക്. ഇതെവിടെ? എന്നിട്ട് ഇവര് നീ പറഞ്ഞു കേട്ടോളൂ, ഇതുപോലത്തെ സംഭവം ഇത് ഒറ്റപ്പെട്ടതാണെന്ന് പറയണ്ട. ഈ നാളെ പറയേണ്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല, ധാരാളം സംഭവിക്കാറുണ്ട്. ആർക്ക്? നബിക്ക് മാത്രമാണെന്നും പറയണ്ട. ലിമൻ ഹുവ ദൂനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിമൻ ഹുവ ദൂനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ താഴെയുള്ള സാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, മറുപടി പറയുന്നു. അദ്ദേഹത്തിന് നിഗമനം പറഞ്ഞതല്ല, ഞങ്ങൾ പറയണ്ട. നിഗമനം പറഞ്ഞതല്ലേ മറ്റുള്ളവർ കഴിയുന്ന അല്ല. ഇബ്നു തൈമിയ്യ പറയുന്നു, എത്രയുള്ള മഹാന്മാരെ ഖബറിൽ പോയി അവിടെ പോയി കണ്ടു മറുപടി ധാരാളം സംഭവങ്ങൾ കഴിയോ? ഞാൻ കിതാബിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ശബ്ദങ്ങൾക്കൊന്നും ജാസത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കാൻ ഒന്ന് കയറേ, ഒന്ന് വായിക്കേ, എന്നിട്ട് പറയാം അങ്ങനെയില്ല, നാളെ ഇങ്ങനെ പറഞ്ഞ് നടക്കരുത്, അല്ലെങ്കിൽ മറ്റാളി മണ്ടനെ നമുക്ക് വിഭജിക്കാം. അല്ല നല്ലത്? എന്തിനാണിത് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇനി കേട്ടോളൂ, കഴിഞ്ഞില്ല അദ്ദേഹം പറയുന്നു, വക്കദാലിക ഇപ്രകാരം തന്നെ നബിയോട് ചില ആളുകൾ ചോദിച്ചു, ഔലി ഗൈരിഹി, അല്ലെങ്കിൽ നബി അല്ലാത്തവരോട്. അതാരാൽ? ബിൻ ഉമ്മത്തിഹി, മുത്തുനബിയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളോട് എന്ത് ചോദിച്ചു? ഹാജത്തിന്റെ ഒരു ആവശ്യത്തെ. അങ്ങനെ ഒരു ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടു. ഇതൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ഏത്? ഖബറിനെ പോയി തേടുമ്പോൾ ഉത്തരം കിട്ടലും ഇതൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. കഥകളാല് മൗലിമാരെ പഠിച്ചു വെച്ചോ, അത് ഉറപ്പിച്ചു പറയാനാണ് ഉപയോഗിക്കാറുള്ളത്. നിശ്ചയം അങ്ങനെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ആരാ പറയുന്നത്? നിങ്ങൾക്ക് ഇസ്തിഗാസ ശിർക്കാണെന്ന് ആദ്യം അതിന്റെ ബാലപാഠം പഠിപ്പിച്ചു തന്ന ഇബ്നു തൈമിയ്യ പറയുന്നു, അങ്ങനെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞു കേട്ടോളൂ, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. ഇയാൾ തനിതർ പുറത്തേക്ക് വരിക. എന്താ നീ അറിയണം, അന്നൈജാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഉത്തരം നൽകൽ മുത്തുനബി അല്ലാത്തവർ ഇങ്ങനെ ചോദിച്ചു എന്നവർക്ക് ഉത്തരം നൽകൽ അതുകൊണ്ട് ചോദിക്കൽ സുന്നത്താണെന്ന് കിട്ടുന്നില്ല. ചോദിച്ചു എന്നുള്ളത് ശരിയാണ്, ഉത്തരം കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ചോദിക്കൽ സഹാബികൾ ചെയ്ത് അത് പോരെ തെളിവിന്, അത് പോരെ തെളിവിന്. ഇയാൾ പറയാം അത് തെളിവിന് സംഭവം ഉണ്ടായിരിക്കുന്നത് ശരിയാണ്, അത് ഒറ്റപ്പെട്ട സംഭവമല്ല. കതുവക്ക എന്നിട്ട് പറയാണ് തെളിവിന് പറ്റൂല. എന്നിട്ട് രസമുണ്ട്. അയാൾ പറഞ്ഞതറിയോ? കേട്ടോളൂ. അയാൾ പറയണേ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളോടൊക്കെ ഒന്ന് സഹായം തേടിയപ്പോൾ ഉത്തരം കിട്ടാനുള്ള കാരണം എന്താ അറിയോ? ലൗലം യുജാബു ലൽതറബ ഈമാനുഹും. ഒരാൾ കബറിൽ വന്ന് സഹായം തേടുമ്പോ കബറിൽ കിടക്കുന്ന മുത്തുനബിയോ സഹാബത്തോ ഔലിയാക്കളോ ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ വന്ന ആളെ ഈമാൻ വയ്ക്കൂലേ. എന്ത് മുത്തുനബിനെ കബറിൽ പോയിട്ട് കിട്ടിയില്ലല്ലോ, ഈമാൻ വയ്ക്കൂലേ? അത് പേടിച്ചിട്ടാണ് നബി കൊടുത്തത്. അപ്പൊ ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ടു. എന്താ? കബറിൽ കിടക്കുന്ന നബിക്ക് പുറത്തുള്ള ആളുടെ മനസ്സിന്റെ കാര്യം കുപ്പി പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകം എന്നോ. മഹാന്മാർക്ക് ഏതിനൊരു കഴിയും മനസ്സിലായി? കബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുള്ള ആളുടെ മനസ്സുകൂടി വായിക്കാൻ കഴിയും എന്നായി. അല്ലേ ഉണ്ടായത്? എന്ത് മറുപടി പറഞ്ഞു? ഞാൻ പറഞ്ഞതിനായിരിക്കും മറുപടി പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ സെൽഫ് ഗോൾഡിക്കാൻ സുഖ വരാം, ഇനി വരാം, എത്രയും വരാം, ഒന്നും കുഴപ്പമില്ല. അതിന് ഗണ്ണനങ്ങൾക്ക് നമ്പർ ഇട്ടെടുക്കുക, സ്വന്തമാണ് എത്ര ഇട്ടെടുക്കുക. പേരെ വിളിച്ചാൽ രണ്ടാം സംഭവം ഇവരറിയും. രണ്ടാം ഗണ്ണനത്തിനും ഒക്കെയാണ് പ്രശ്നമില്ല. അതാണ് വ്യത്യാസം. 2, 3, 4, 5 ഗണ്ണനത്തിന് റെഡിയാ. എന്റെ സെൽഫ് ഗോളല്ലേ, എന്റെ പേരാമ്പർ രണ്ടാം സംഭവം. ഈ വിഷയം മാറ്റെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഏതോ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന വിഷയങ്ങൾ ഏതോ അതായിക്കോട്ടെ, ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല ഇതിനിങ്ങനെ ഉഷാറായിരിക്കും. ഏത് ഇങ്ങനെ 2, 3 ഇങ്ങനെ 4, 5 ഇങ്ങനെ ഗണ്ണനയിലൂടെ അത് പ്രശ്നമില്ലല്ലോ. അപ്പോ മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിക്കുക, അവരെന്ന് സഹായം തേടുക, ഇതൊക്കെ പൂർവികർ അംഗീകരിച്ചു പോകുന്ന കാര്യമാണ്.